പരിശുദ്ധ ശഅബാൻ മാസം നമ്മളോട് പറയുന്ന പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് ചർച്ച ചെയ്യുന്നത്. ശഅബാൻ മാസം അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാസമാണ്. റമളാനിന് മണിക്കൂറുകൾ മാത്രം എന്ന് വേണം ഇനി നമ്മൾ പറയാൻ. ദിവസങ്ങൾ നമുക്കില്ല, മണിക്കൂറുകളാണ്. അത് കഴിഞ്ഞ പിന്നെ റമളാനാണ്. അല്ലാഹുവേ, അനുകൂലമായി സാക്ഷി പറയുന്ന അവസ്ഥയിൽ റമളാനിനെ ഞങ്ങൾക്ക് നീ അലങ്കരിച്ച് നൽകണം റഹ്മാനെ. ദുആ ചെയ്യാനേ കഴിയൂ. നമുക്കറിയില്ല റമളാൻ വരുന്ന ആവേശം പിന്നെ 10 കഴിയുമ്പോൾ ഉണ്ടാവുന്നൊന്നും അറിയില്ല. പക്ഷെ അതിനൊരു മുൻകരുതലും ഒരു തയ്യാറെടുപ്പുമായിരിക്കണം ഈ നസീഹത്തിലൂടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു രാത്രി ഒരുപാട് നിസ്കരിക്കുന്ന ആളായിരുന്നു. ഒരുപാട് നിസ്കരിക്കുമായിരുന്നു. സുന്നത്ത് നമസ്കാരങ്ങളുടെ ഒരു ആരവം തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് രാത്രി കാലമാകുമ്പോൾ മഹാന്മാർക്ക് രാത്രികളിൽ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. രാത്രി ഉറക്കമൊഴിയുക, രാത്രി സഞ്ചരിക്കുക, രാത്രി ധ്യാനമിരിക്കുക, രാത്രി കരയുക. അതൊക്കെ നമ്മൾ ഈ നസീഹത്ത് വെച്ചാൽ തന്നെ ഇപ്പൊ കഴിഞ്ഞ ബറാഅത്തിന്റെ 4 മണിക്കാണ് നമ്മൾ പ്രോഗ്രാം നടത്തിയത്. അത് ബറാഅത്തിന്റെ ഒരു പുണ്യം കൊണ്ട് ആ സമയത്തെ സംഭാഷണത്തിനും ദുആഇനും ഒരു പ്രത്യേക സുഗന്ധം ഉണ്ട് എന്നതിനപ്പുറം പകൽ നടത്തുന്നതിനേക്കാൾ കൂടുതൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ഫീൽ ഉണ്ടാകുന്നതും അവരെ പിടിച്ചടക്കുന്നതും രാത്രിയാണ്. അതുകൊണ്ട് തന്നെ രാത്രിയിലെ ഇബാദത്തിന് വല്ലാണ്ട് പ്രാധാന്യം കൊടുത്തിരുന്നു. ഏകാഗ്രത കിട്ടുക, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയുക, അതൊക്കെ രാത്രിയിൽ ഇങ്ങനെ വല്ലാത്തൊരു ഒരു ആനന്ദമുണ്ടാകുമായിരുന്നു. ഞാനൊക്കെ മക്കത്ത് പോയാൽ ജബൽ സൗറാണെങ്കിലും ജബൽ നൂറാണെങ്കിലും രാത്രി കയറാനുള്ള ശ്രമമാണ് കൂടെ വരുന്നവരോട് പറയാറുള്ളത്. രാത്രി കയറിയാൽ സുബഹിന്റെ സമയത്ത് അവിടെ എത്തുന്ന രീതിയിൽ കയറി അവിടെ നിന്ന് സുബഹി നിസ്കരിച്ച് മാഷാ അല്ലാഹ് കയറുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ മിന്നിമറയുന്ന ഒരുപാട് നെഞ്ചിൽ തീ കത്തുന്ന ചരിത്ര നിമിഷങ്ങളെ അയവിറക്കിക്കൊണ്ട് നടന്നു കയറാൻ നമുക്ക് സാധ്യമാകും. മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹു രാത്രി ഒരുപാട് ഇബാദത്ത് ചെയ്തിരുന്ന ആളായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന് വയറ്റിന് സുഖമില്ലാണ്ടായി. വയറ്റിന് സുഖമില്ലാണ്ടായി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മലമൂത്ര വിസർജനം ഇങ്ങനെ പുറപ്പെടുക, ഒളു ഇങ്ങനെ പെട്ടെന്ന് മുറിഞ്ഞു പോവുക, അതൊക്കെ സ്വാഭാവികമായും ഒരു ശരീരത്തിന് ഉണ്ടാകുന്ന അസുഖമാണ്. വലിയ വലിയ മഹത്തുക്കളൊക്കെ മരണപ്പെടുന്നതിന് മുമ്പ് വയറ്റിൽ ഇത്തരം അസുഖങ്ങൾ ഉണ്ടായി വയറ്റിലുള്ള മുഴുവൻ നജസ്സുകളും പുറത്തേക്ക് കളഞ്ഞിട്ട് അവരുടെ റൂഹ് പിടിക്കുമെന്നൊക്കെ ചരിത്രങ്ങളിൽ കാണാം. അങ്ങനെ മരണപ്പെട്ട ഒത്തിരി ആളുകളെയും നമുക്കറിയാം. മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹുവിന് വയറ്റിന് സുഖമില്ലാണ്ടായപ്പോ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ശിഷ്യഗണങ്ങൾ വിചാരിച്ചത് എന്താണ്, ഇന്ന് രാത്രി ഇനിയിപ്പോ നിസ്കാരമൊന്നും ഉണ്ടാവൂല. കാരണം എന്താ, ഉളു എടുത്തോണ്ട് വരിക, ഉളു മുറിയുക, വീണ്ടും പോയി ഉളു എടുക്കുക, നിസ്കരിക്കുക, ഉളു മുറിയുക. അങ്ങനെ ഒരു ഉളു നഷ്ടപ്പെടുന്ന ഒരു രാത്രി, വല്ലാത്ത ഒരു പരീക്ഷണത്തിന്റെ പ്രയാസത്തിന്റെ ഒരു രാത്രി. വയറ്റിന് സുഖമില്ലാണ്ടായി പോയ ബഹുമാനപ്പെട്ടവര് 70 പ്രാവശ്യമാണ് രാത്രിയിൽ ഉളു എടുത്ത് നിസ്കരിച്ചത്. 70 പ്രാവശ്യം എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. തണുപ്പുള്ള രാത്രിയിൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ പറയാണ്, ഞങ്ങൾ കരഞ്ഞുപോയി, ഞങ്ങളുടെ നെഞ്ചു പൊട്ടിപ്പോയി. ഈ സാധനത്തിനൊന്നും കേൾക്കുന്നില്ല ഹബീബ്. ഞങ്ങൾ കരഞ്ഞുപോയി, ഞങ്ങളുടെ നെഞ്ചു പൊട്ടിപ്പോയി. ആ പ്രിയപ്പെട്ട ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹു 70 പ്രാവശ്യം വയറ്റിന് സുഖമില്ലാണ്ടായിട്ട് വുളു എടുത്തു. 70 പ്രാവശ്യം. ആ വുളു എടുത്തതിന് ശേഷം ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് ആ പ്രിയപ്പെട്ട ശിഷ്യൻ ചെന്നിട്ട് ചോദിക്കുകയാണ്, തങ്ങളെ, ഇങ്ങനെ ഈ പാതിരാത്രിയിൽ വുളു എടുത്തുകൊണ്ട് ശാരീരികമായി സുഖമില്ലാത്തത് അള്ളാഹു നിങ്ങൾക്ക് തന്ന ഒരു അവസ്ഥയാണല്ലോ. നിങ്ങളുടെ ശരീരത്തിന്റെ പ്രശ്നമുണ്ടാക്കിയത് അള്ളാഹു ആണല്ലോ. നിങ്ങൾക്ക് വുളു നഷ്ടപ്പെട്ടു പോകുന്ന പരീക്ഷണം തന്നത് പടച്ചവനാണല്ലോ. ആ കാരുണ്യവാനായ അള്ളാഹുവിനെ അറിയാമല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ കഷ്ടപ്പെട്ടുകൊണ്ട് വുളു എടുത്തിട്ട് നമസ്കരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഫഇന്നഹു ദഅബു സ്വാലിഹീൻ. നേരത്തെ റെഡിയാക്കി വെക്കണം ഹബീബേ. ഫഇന്നഹു ദഅബു സ്വാലിഹീൻ, ഇത് സ്വാലിഹീങ്ങളുടെ ചര്യയാണ്. ഇത് സ്വാലിഹീങ്ങൾ തന്റെ ജീവിതത്തിൽ അവര് പ്രാവർത്തികമാക്കിയിരുന്ന ഒരു ശൈലിയാണ് ഖിയാമുൽ ലൈൽ, പാതിരാത്രിയുടെ നമസ്കാരം എന്നത്. ഈ പരിശുദ്ധ ശഅബാൻ മാസം ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളോടും വിശ്വാസിനികളോടും ഒന്നാമത് വിളിച്ചു പറയുന്ന ഒന്ന്, എന്റെ രാത്രികളെ നിങ്ങൾ പാഴാക്കി കളയല്ലേ, എന്റെ രാത്രികളെ നിങ്ങൾ നശിപ്പിച്ച് കളയല്ലേ. പരിശുദ്ധ ജന്നത്തിൽ ബഖീന്റെ തിരുസവിധത്തിൽ പോയിട്ട് പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ണീരൊഴുക്കുന്ന കണ്ടിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവിടുത്തെ തിരുസന്നിധിയിൽ ചെന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്,
ഈ പാതിരാത്രി ഒരുപാട് സ്വഹാബത്തിന് അടക്കപ്പെട്ടിരിക്കുന്ന മദീനത്തെ ജന്നത്തിൽ ബഖീല് അവിടെ നിന്ന് വന്നിങ്ങനെ ഹൃദയം പൊട്ടി ഒഴുകാനുള്ള കാരണം എന്തെന്ന് ചോദിക്കുമ്പോ മഹാനായ മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആയിഷ ഇത് ശഅബാന്റെ രാത്രിയാണ് ആയിഷ. ഒരുപാട് പാപങ്ങൾ പൊറുക്കപ്പെടുന്ന, ഒരുപാട് തെറ്റുകുറ്റങ്ങളെ കിതാബിൽ നിന്ന് മായ്ക്കപ്പെടുന്ന വിശ്വാസിയുടെ ഹൃദയാന്തരത്തിന്റെ ഉള്ളറയില് ഇലാഹിന്റെ നൂറാനിയത്ത് പാകുന്ന രാത്രിയാണ്. അതുകൊണ്ട് ഈ മരണപ്പെട്ട് കിടക്കുന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കാൻ, അവരെ ഖബറിന്റെ അകത്ത് ഉന്നതമായ ദറജകളും പദവികളും അല്ലാഹു കൊടുക്കാൻ ജീവിച്ചിരിക്കുന്ന നമ്മുടെ കടമയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന്. രാത്രി ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ട് ശഅബാന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, 2 ദിവസമായിട്ടില്ല, പരിശുദ്ധ ശഅബാന്റെ രാത്രിയാണല്ലോ. ആ രാത്രിയിൽ ഞാൻ പട്ടാമ്പിയിലൂടെ പ്രഭാഷണം കഴിഞ്ഞ് 2 മണിക്ക് തൃശ്ശൂരിൽ നിന്നുള്ള കന്യാകുമാരി എക്സ്പ്രസിൽ കയറാൻ വേണ്ടി നിലമ്പൂരത്തെ പ്രസംഗം കഴിഞ്ഞിട്ട് പാതിരാത്രി ഇങ്ങനെ പോകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, പട്ടാമ്പി നേർച്ച നടക്കുകയാണ്. ആ സ്ഥലം പറയാൻ എനിക്ക് മടിയില്ല, ആ പേര് പറയാൻ എനിക്ക് അറപ്പില്ല. എത്രയോ മുസ്ലിം താത്തമാര് തലയിൽ തട്ടമിട്ടുകൊണ്ട് ആനയോടൊപ്പം പുലിക്കളിയോടൊപ്പം തുള്ളിക്കളിച്ചുകൊണ്ട് പാതിരാ സമയത്ത് നടക്കാൻ, ഐസ്ക്രീം നുടഞ്ഞുകൊണ്ട് ശഅബാന്റെ രാത്രിയിൽ കഥ പറഞ്ഞുകൊണ്ട് പാതിരാത്രിയിലൂടെ നടന്ന് നീങ്ങാ, ഒരു മടിയില്ലാത്ത, അറപ്പില്ലാത്ത, വെറുപ്പില്ലാത്ത, ഉളുപ്പില്ലാത്ത ഒരു കാലഘട്ടമാണ് ഈ ഉമ്മത്തിന് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ എന്റെ മഞ്ചേശ്വരത്ത് ഉദ്യാവരയിൽ വന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, ഏത് രാത്രി നഷ്ടപ്പെടുത്തി കളഞ്ഞാലും, ഏത് രാത്രി തോന്നിവാസം കാണിച്ചാലും കരുണക്കടലായ പടച്ച റബ്ബിന് വേണ്ടി മാറ്റിവെക്കാറുള്ള ശഅബാന്റെയും റമളാന്റെയും രാത്രിയെ മറക്കല്ലേ. അള്ളാഹുവിന്റെ വലിയ കാവല് നമുക്ക് നൽകട്ടെ. ഈ രാത്രി നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയുന്നത് ചെറിയ കാര്യമല്ല പ്രിയപ്പെട്ടവര്. അത്രമേൽ അള്ളാഹു നിങ്ങളെ അനുഗ്രഹിച്ചത് കൊണ്ടാണ്, ഈ കാലഘട്ടത്തിൽ അത്ര അനുഗ്രഹം അള്ളാഹു തന്നതുകൊണ്ടാണ്. ഇതെങ്ങനെ ഇരിക്കൂല. ഈ ഇരിക്കുന്ന ബിസിനസ്സുകാർക്ക്, ഇരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ജോലിയുണ്ട്, എന്ത് വേണോ ചെയ്യാം. ഓരോ രാത്രിക്കും ഓരോ മണിക്കൂറിനും ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന, ആയിരങ്ങൾ ഉണ്ടാക്കുന്ന ബിസിനസ്സുകാരുണ്ടാവും ഉദ്യാവരയിൽ. പക്ഷെ അവരതൊക്കെ മാറ്റി നമ്മുടെ നാട്ടിൽ ഒരു ദീനി ഉണർവ്, അൽഹംദുലില്ലാ, ഹൈറൻ ജമാഅത്തിന് ഒരു വലിയ ഒരു പ്രശസ്തി, ഒരു വാർഷികം, ഒരു മജ്ലിസുന്നൂർ, അത്രമേൽ ഖബൂലിയത്തിന്റെ രാത്രികളിൽ നമുക്ക് അവിടെ ചെലവഴിക്കണം. ഒരുപാട് പേര് ബിസിനസ് മാറ്റിവെച്ചിട്ട് വിദേശത്തുനിന്ന്, ഗോവയിൽ നിന്ന്, അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന്, അവരുടെ സാമ്രാജ്യത്തിൽ നിന്ന് ഒക്കെ മടക്കി ഓഫീസൊക്കെ അടച്ച് ഇനി ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് നേരെ ഇവിടേക്ക് വരികയാണ്. അവരുടെ ആത്മീയമായ ആഘോഷം, അത് ചെറിയ ജോലിയല്ല. ഇവിടെ എത്ര ചെറുപ്പക്കാരുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹുവേയും മക്കൾക്ക് നീ അർശിന്റെ തണൽ കൊടുക്കണേ അല്ലാഹ്. ഉമ്മയുടെ തലവെട്ടുന്നവരല്ല, ഉമ്മ കിടന്ന മണ്ണിൽ പോലും മുത്തം കൊടുക്കുന്ന ആത്മീയ പ്രഭയുള്ള മക്കളാക്കി നീ മാറ്റണം പടച്ചോനെ. അള്ളാഹുവേ, ദുആ ചെയ്യുമ്പോ കരയുന്ന മക്കളാക്കിയിട്ട് ഈ നാട്ടിലെ ചെറുപ്പക്കാരെ നീ മാറ്റണേ റബ്ബേ. വലിയ സന്തോഷമാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നരകം കണ്ടുപോയ ഒരു ദിവസമുണ്ട്. അള്ളാഹു പടച്ച നരകത്തെ ജിബ്രീൽ കണ്ടു. എന്നിട്ട് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നരകത്തെ പടച്ചിരിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ കാണുമ്പോൾ അതിന്റെ ഭയാനകരമായ അവസ്ഥകൾ, ആളിപ്പടരുന്ന തീയുണ്ടല്ലോ, ദുനിയാവിലെ തീയെക്കാളും എത്രയോ 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 ഇരട്ടിയാണ് നരകത്തിന്റെ ചൂടെന്ന് നിങ്ങൾക്കറിയാം. ആ ചൂട് നരകത്തിന്റെ അഖിലുകാരായി മരണപ്പെടുന്നവരുടെ ശരീരത്തിലേക്ക് കുളിപ്പിക്കാൻ വേണ്ടി ഒഴുക്കുന്ന ജലധാരയിൽ പോലും അള്ളാഹു പകർത്തിക്കൊടുക്കും. അത്രത്തോളം നരകാഗ്നി അവരെ വാരിപ്പുണരും. ഈ ലോകത്തിരുന്ന് ദുർമാർഗികളായി മരിക്കുന്നവർക്ക് ആ നരകത്തിന്റെ ഭയാനകരമായ അവസ്ഥ കണ്ടപ്പോൾ, ആ നരകത്തിന്റെ മതിൽക്കെട്ടുകളും ആളിക്കത്തുന്ന തീഗോളങ്ങളും കണ്ടപ്പോൾ, അതിന്റെ വാശിയും വീറും ദേഷ്യവും വിശപ്പും ആഴവും പരപ്പും കണ്ടപ്പോൾ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് പറയുന്നു, അല്ലാഹ്, ഇതിന്റെ ഒരു അംശമെങ്ങാണമെന്ന് ദുനിയാവിൽ കാണിച്ചു കൊടുത്താൽ ഒരു മനുഷ്യൻ പോലും പിന്നെ വഴി തെറ്റൂല റബ്ബേ, ഒരു മനുഷ്യൻ പോലും പിന്നെ വഴി പിഴക്കൂല അല്ലാഹ്.
ഇതിന്റെ ഒരു ചെറിയ അംശമെങ്കിലും ഒന്ന് ദുനിയാവിൽ കാണിച്ചു കൊടുക്കുവോ? കർണാടകയിലെ മംഗലാപുരത്തെ, മഞ്ചേശ്വരത്തെ, ഉദ്യാപുരത്തെ ഒരു പെണ്ണ് പോലും പിന്നെ നഗ്നത തുറന്നിടൂല. ഒരാണ് പോലും പിന്നെ ഹറാമിയത്തിന്റെ കളിയാടുന്ന മക്കളായി മാറൂല. ഒരു ചെറുപ്പക്കാര് പോലും പിന്നെ വെള്ളിയാഴ്ച ജുമാ നമസ്കാരം നഷ്ടപ്പെടുത്തൂല. ഒരു കുടുംബത്തിലും പിന്നെ വ്യഭിചാരത്തിന്റെ, കള്ളിന്റെ, കഞ്ചാവിന്റെ, ലഹരിയുടെ ഏറ്റവും വലിയ കൂപ്പരങ്ങുകൾ നടമാടൂല. പ്രിയപ്പെട്ടവരെ, മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു കൊടുത്തു, ജിബ്രീലേ, ഈ നരകത്തിന്റെ ആളിക്കത്തുന്ന നരകാഗ്നിയുടെ ഒരു അംശമെങ്ങാണം ഭൗതിക ലോകത്തേക്ക് ഇറക്കപ്പെട്ടു പോയാൽ ആ ലോകം കരിഞ്ഞു പോകും ജിബ്രീൽ. ആ നരകം മുഴുവനുമല്ല മക്കളെ, ആ നരകം മുഴുവനുമല്ല പെങ്ങളെ, ആ നരകത്തിൽ നിന്നൊരു അംശമെങ്ങാണം ഈ ദുനിയാവിൽ ഇറക്കിപ്പോയാൽ ദുനിയാവ് മുഴുവനും കരിഞ്ഞു പോകും ജിബ്രീൽ. എല്ലാ ജലാശയങ്ങളും തടാകങ്ങളും വറ്റി വരണ്ടു പോകും ജിബ്രീൽ. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് ചോദിക്കുന്നു, അല്ലാ, പിന്നെ ആർക്കാണ് ഇത് ഒരുക്കി വെച്ചിരിക്കുന്നതല്ലാ? ഭൗതിക ലോകത്ത് നിന്ന് മരണപ്പെട്ടു വരുന്ന ഏത് വിഭാഗത്തിന് കൊടുക്കാനാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഈ ലോകത്തോട് തുറന്നു പറയുന്നുണ്ട്, ഫവൈലുൽ യൗമഇദിൽ ലിൽമുകദ്ദിബീൻ. നിഷേധികൾക്കാണ്, തെമ്മാടികൾക്കാണ്. എന്തു വഅദ്, എന്തു മജ്ലിസുന്നൂർ. കുറെ ആജാക്കന്മാർക്ക് വേറെ പണിയില്ലാത്തത് കൊണ്ട് പണപ്പെരുപ്പം കാണിക്കാൻ വേണ്ടി തങ്ങന്മാരെ ഇറക്കിയിട്ട് ചെയ്യുന്ന ഒരു പൊട്ടീസാണിതെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്യാവനത്തിന്റെ പരിസരത്ത് കറങ്ങി നടക്കുന്ന നിഷേധികളുണ്ടല്ലോ, നിഷേധികളുണ്ടല്ലോ. തലയിൽ തട്ടമിട്ട് മത്തയിട്ട് മക്കരയിട്ടിട്ട് ഒരു താത്ത വിളിക്കുകയാണ്, ഉദ്യാവനത്തെ വാത് നടക്കുന്നുണ്ട്, പോയാലോ? പണത്തിന്റെ പെരുപ്പം കൊണ്ട്, ഗബയുടെ ബിസിനസ് പവർ കൊണ്ട്, നിഷേധിത്തരം പറഞ്ഞുകൊണ്ട് ടെറസിന്റെ ഉണ്ണാന്തരത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ഉല്ലസിക്കുന്ന എന്റെ ഉദ്യാവനത്തിലെ പെണ്ണ് പറയാണതൊക്കെ മൊയിലാക്കന്മാര് വെറുതെ പറ്റിക്കാൻ പറയുന്നതാ. നിരീശ്വരവാദികൾ ഇട്ടുകൊടുത്ത ചൂണ്ടയിൽ കൊത്തിയിട്ട് നരകത്തിന്റെ വിറകാകാൻ കുതിക്കുന്ന കന്നുകാലികളെ നാണിപ്പിക്കുന്ന ജീവിതം നയിക്കുന്നു എന്റെ ഉദ്യാവനത്തെ നിഷേധികളായ പെൺകുട്ടികളുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഫവൈലുൽ യൗമഇദിൽ ലിൽമുകദ്ദിബീൻ. ആ നിഷേധികൾ ആരെന്നറിയോ? അല്ലദീനഹും ഫീ ഖൗദി യൽഅബൂൻ. അവർ കളിക്കുന്നവരാണ്, അവർ ഉല്ലസിക്കുന്നവരാണ്. പാതിരാ സമയത്ത് അല്ലാഹുവിന് കൊടുക്കാൻ മൈൻഡില്ലാത്തവരാണ്. സുഖലോലുപതയുടെ മടിത്തട്ടിൽ ശൈബാന്റെ രാത്രി പോലും സുഖിച്ച് രസിച്ച് രമിച്ച് കളിച്ച് രസിച്ച് കിടന്നുറങ്ങുന്ന ആധുനിക കാലഘട്ടത്തിലെ മക്കളെ, ഒരു സഹാബി പോലും ആ ശൈബാന്റെ രാത്രിയിൽ കരയാതിരുന്നിട്ടില്ല. ഒരു ആരിഫായ, ഒരു ഔലിയായ, ഒരു വലിയായ, ഒരു ആലിമായ, ഉഖറബിയായ ഉലമാക്കൾ പോലും ശഅബാന്റെ രാത്രിയിൽ ഉല്ലസിച്ചിട്ടില്ല, അവരാഘോഷിച്ചിട്ടില്ല. ശഅബാൻ മാസം വിളിച്ചു പറയുന്ന ഒന്നാമത്തെ പറച്ചിൽ എന്താ? എന്റെ രാത്രികളെ നിങ്ങൾ പാഴാക്കരുത് എന്നാണ്. എന്റെ രാത്രികളെ പാഴാക്കരുത് എന്നാണ്. നമ്മൾ തീരുമാനിക്കണം, ഇനി ഇവിടെ നിന്ന് ഇത്ര പോയി, ഇത്ര ദിവസം പോയി, 10-11 ശഅബാന്റെ രാത്രി പോയി, പോട്ടെ, അൽഹംദുലില്ലാ, ഇനി അങ്ങോട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് തുടക്കമാണ്. ഇന്നു മുതൽ അങ്ങോട്ടുള്ള രാത്രികൾ തന്നെ നിങ്ങൾക്ക് ആനന്ദമല്ലേ? എത്ര തങ്ങന്മാര്, ഉസ്താദുമാർ, അവരൊക്കെ പോയി വിളിച്ച് ക്ഷണിച്ച്. ഞാനും ഞെട്ടിപ്പോയില്ലേ? സ്നേഹസാഗരത്തിലേക്കാണ് വന്നത്. ഇവിടുത്തെ ഇബ്രാഹിം ഹാജി, നമ്മുടെ പ്രിയപ്പെട്ട ടീം മൂത്താർബായിയും അവരൊക്കെ, സൈബുള്ള തങ്ങളും ഒക്കെ നേരെ സ്നേഹസാഗരത്തിലേക്കാണ് വരുന്നത്, ബാബ ഹാജി. അപ്പൊ ഞാന് സത്യത്തിൽ ഞങ്ങൾ ചിന്തിക്കാണ്, അവിടെ വരുമ്പോ നിങ്ങൾ ആലോചിക്കുക, അവർക്ക് ഒരുപാട് തിരക്കുണ്ട്, ബിസിനസ് ഉണ്ട്. ഞാൻ പ്രസംഗത്തിന് ബുക്ക് ചെയ്യാൻ വേണ്ടി എന്റെ വീട്ടിലോ എന്റെ നാട്ടിലോ ഒന്നും ആരെയും ക്ഷണിക്കലില്ല. ഫോണിലൂടെ വിളിച്ചിട്ട് അങ്ങനെ കൊടുക്കല. നമുക്കിപ്പോ അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. 2 മണിക്കൂറത്തെ ഒരു പ്രോഗ്രാം അല്ലേ, അവരെന്തിനാണ് കഷ്ടപ്പെടുന്നത്? നമ്മൾ കഷ്ടപ്പെട്ട പോരെ യാത്ര ചെയ്ത് വരുമ്പോ. പക്ഷേ അവര് വന്ന് ഈ മഹല്ലത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ജമാഅത്തിന്റെ ഇവിടുത്തെ വിഷയങ്ങൾ വീണ്ടും നമുക്കൊരു പ്രഭാഷണം, ഒരു മജ്ലിസ് അത്രമേൽ അവർ ആഗ്രഹിക്കുന്നു എന്നറിയുമ്പോ, സത്യത്തിൽ ഒരു ദിവസം ഇങ്ങനെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി നാട്ടിൽ തൊട്ടടുത്ത് കൊടുത്തൊരു പ്രോഗ്രാമാണ് അത്. നമ്മുടെ ഒരു സുഹൃത്തിന്റെ അനുജൻ ഇന്ന് അവിടെ പ്രസംഗിക്കാണ്.
കഴിഞ്ഞിട്ടുണ്ടാവും. 10 മണിക്ക് മുമ്പ് തന്നെ കഴിയുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ നാട്ടിൽ നിൽക്കുന്ന ദിവസമല്ലേ, മക്കളെയൊക്കെ കൊണ്ടുപോയി പ്രസംഗിച്ച് വീട്ടിൽ പോയി നിൽക്കാം എന്ന് കരുതിയ ദിവസമാണ്. പക്ഷെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗിച്ചതിന്റെ ക്ലിപ്പ് വെട്ടിയിട്ടാണ് ഇവരെന്നെ ഭീഷണിപ്പെടുത്തിയത്. ഷേബാം 15 അടുത്ത വർഷം നമുക്ക് ഒരുമിച്ച് കൂടാം. ക്ലിപ്പ് ഇങ്ങനെ വെട്ടിയിട്ട് കട്ട് ചെയ്ത് അയച്ചു തരാണ് ഇവിടുന്ന്. നദവി അയക്കുന്നു, അതിന്റെ കൂട്ടത്തിൽ ആജിയാക്കന്മാർ, ബിസിനസ്സുകാർ മൊത്തം എന്റെ മൊബൈലിലേക്ക് ഇത് കണ്ടോ നിങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്രാവശ്യം അങ്ങനത്തെ ഒരു ക്ലിപ്പ് വരാതിരിക്കാൻ പരമാവധി ശ്രമിക്കും. എന്നാൽ ഈ സരസ് കാണുമ്പോൾ ഉണ്ടല്ലോ, ഒരു ബറാത്തിന് ഒരു 4 മണിക്ക് തുടങ്ങി മഗ്‌രിബിന് തീരുന്ന ഒരു സരസ് കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുകയാണ്. അടുത്ത വർഷം അറിയാതെ പറഞ്ഞു പോവാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, അത് എൻ്റെ ഒരു ആർത്തിയാണ് മനസ്സിൽ. നമുക്ക് ദുആയൊക്കെ കിട്ടുക എന്ന് പറയുന്നത്, ഇത്രയും ആളുകൾ ആമീൻ പറയാന്ന് പറയുന്നതും, ഒരു പരിശുദ്ധ മഖാമിന്റെ മുമ്പിൽ ഇത്ര വൃത്തിയോടെ ഒരു സദസ്സ് കിട്ടാന്ന് പറയുന്നതും ചെറിയ കാര്യമല്ല. അതുകൊണ്ട് ഞാൻ എങ്ങനെ, നമുക്ക് സദസ്സില്ലാത്തതുകൊണ്ടല്ലോ ഒരുപാട് സദസ്സിൽ പോകുന്നത്. പക്ഷെ എന്നാലും എന്തോ ഈ സദസ്സിനോട് ഒരു പ്രത്യേക ഒരു ബന്ധം തോന്നിപ്പോവാണ് മനസ്സുകൊണ്ട്. അല്ലാഹു തആല ഇവിടെ ഇന്നു മുതലുള്ള എല്ലാ രാത്രികളുടെ പ്രാർത്ഥനകളും അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ദുആയാണ് നമുക്ക് ആവശ്യം. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. നമുക്ക് ഇങ്ങനെ കാര്യമായി പറഞ്ഞിട്ട് ലേലം വിളിയൊന്നും ഇല്ല. നമുക്കൊരു തേന് കൊടുത്തിട്ട് അങ്ങ് ദുആ ചെയ്യാം കേട്ടോ. പപ്പായ മാത്രം കൊടുക്കാം, നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം ആയതുകൊണ്ട്. ബാക്കിയുള്ള സാധനങ്ങളൊന്നും ലേലം വിളി പരിപാടിയൊക്കെ നിർത്തിയിട്ട് കുറെ കാലമായി. നമുക്ക് ആ സമയത്ത് എന്തെങ്കിലും അത് പറയാലോ. അതുകൊണ്ട് അതിപ്പോ നാളെ പോലുള്ള സദസ്സിൽ കൊടുത്തോളൂ. ഞാനത് നദീവരുടെ അടുത്ത് പറഞ്ഞില്ല. എന്നാലും പറക്കത്തിന് ഇരിക്കട്ടെ. എല്ലാ ദിവസവും ഇരിക്കുമ്പോൾ കൊണ്ടുപോകണവർക്ക് അതിന്റെ പറക്കത്തൂടെ കിട്ടുമല്ലോ. പപ്പായ പിന്നെ പണ്ടേ ഇഷ്ടമുള്ള സാധനമാണ്. ഒരു സ്ഥലത്ത് പ്രസംഗത്തിന് പോയപ്പോൾ സുബഹി നിസ്കാരം കഴിഞ്ഞപ്പോൾ ആ വീട്ടില്, താമസിക്കുന്ന വീട്ടില് ഭർത്താവ് പപ്പായ അരിഞ്ഞ് പാത്രത്തിൽ, സുബഹി നിസ്കാരം കഴിഞ്ഞേ ഉള്ളൂ, കൊണ്ടുവരികയാണ്. ഞാൻ ചോദിച്ചു ഇപ്പൊ കൊണ്ടുവന്നോ? അല്ല, അത് എൻ്റെ വൈഫ് പറഞ്ഞു മമ്മൂട്ടി രാവിലെ കഴിക്കുന്ന പപ്പായാണ്, അതുകൊണ്ട് ഉസ്താദിന് ഒരു ആഫിയത്ത് ഉണ്ടാവാൻ ഗ്ലാമർ കൂടാൻ വേണ്ടി തന്നാന്ന് പറഞ്ഞു. അപ്പൊ പപ്പായ നല്ല സാധനം, അതാ അദ്ദേഹം കഴിക്കണോണ്ടല്ല, അല്ലെങ്കിൽ മൊത്തത്തിൽ പപ്പായ നല്ലതാ ശരീരത്തിന്. ബറക്കത്തിന് ഇവിടെ ഇരുന്നോട്ടെ, ലേലം വിളിയൊന്നും ഇല്ല. അപ്പോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് തിരുവനന്തപുരത്ത് നിന്ന് പകൽ മുഴുവൻ യാത്ര ചെയ്ത് ഇവിടെ എത്തിയത് ലേലം വിളിക്കാനല്ല, അത് പറയാനാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാസമാണ് ശഅബാൻ. ഈ ശഅബാനിൽ നിങ്ങൾ അള്ളാഹുവിന്റെ രാത്രികളെ പാഴാക്കല്ലേ എന്നാണ് ശഅബാൻ ഒന്നാമത് നിങ്ങളോട് പറയാനുള്ളത്. എന്റെ രാത്രികളെ നിങ്ങൾ പാഴാക്കി കളയരുതേ. ഹയാത്താക്കാൻ പറ്റുമോ? ഖുർആൻ ഓതാൻ പറ്റുമോ? ദിക്ർ ചെല്ലാൻ പറ്റുമോ? അഫ്സലിന്റെ വീട്ടിൽ ചെല്ലുമ്പോ, അഫ്സലാണോ അച്ഛലാണോ എന്താവട്ടെ, അഫ്സലിന്റെ വീട്ടിൽ ചെല്ലുമ്പോ അഫ്സലിന്റെ ഉപ്പ മൗലിദ് കിതാബ് കയ്യിൽ വെച്ചിരിക്കുകയാണ്, മൗലിദ് ഓതുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ കാലഘട്ടത്തിൽ എന്തെല്ലാം, എത്ര ഈ ആ പ്രായത്തിലുള്ള എത്ര ഉപ്പാപ്പമാര് കല്യാണം മുടക്കാൻ വേണ്ടി കടത്തിണ്ണ ഇരിക്കുന്നുണ്ട്, ഒരു ജോലിയില്ലാതെ. എത്ര കല്യാണം മുടക്കും, എത്ര കുടുംബത്തിൽ അടിയുണ്ടാക്കും. ആ മനുഷ്യൻ മൗലിദ് ഓതുകയാണ്. അന്തത്തത്തിലോ ബൈനനാ ഫിൽ കവാകിബി കൽബുദു, അങ്ങനെ ഓതുകയാണ്. ആലോചിച്ച് നോക്ക്. നമുക്ക് മാറാൻ കഴിയും, നമ്മൾ ആരും മാറ്റൂല. നമ്മൾ തന്നെ സ്വയം നമ്മുടെ ഖബറും നമ്മുടെ പരലോകം ആലോചിച്ച് നമ്മൾ മാറണം. ഇന്നലെ പാതിരാത്രി പ്രഭാഷണം കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് കാട്ടുമറാക്കൽ മുസ്ലിം ജമാഅത്തിന്റെ ഖബർസ്ഥാനിലാണ്. എന്റെ ഉമ്മയുടെ ഇത്തയുടെ മകൾ ഇന്നലെ രാത്രി മരണപ്പെട്ടു പോയി. ക്യാൻസർ ബാധിച്ചിട്ട് മെലിഞ്ഞുണങ്ങിപ്പോയ എല്ലും തോലുമായ ഒരു ശരീരം മാത്രമായിരുന്നു. ഒരു പാവപ്പെട്ടവളായിരുന്നു. ഒരു വാക്കുകൊണ്ട് പോലും ഒരാളെ വേദനിപ്പിക്കാത്ത, പ്രയാസപ്പെടുത്താത്ത പാവപ്പെട്ട കുടുംബത്തിലെ ഒരു പെങ്ങളായിരുന്നു. അള്ളാഹുവേ, ചെറിയങ്കീഴ് കാട്ടുമൊറാക്കൽ മസ്ജിദിന്റെ ഖബർസ്ഥാനില് ആ പ്രിയപ്പെട്ട പൊന്നാര പെങ്ങളുടെ മയ്യത്തിറക്കി വെക്കുമ്പോ വല്ലാതെ മനസ്സ് നീറിപ്പോയിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ജീവിതത്തിലെ സുഖമോ സന്തോഷമോ ഒന്നും അറിയാനുള്ള നേരം ലഭിക്കാത്തവരായിരുന്നു അവര്. പക്ഷേ ഈ ശഅബാൻ മാസത്തിന്റെ പോരിശ കൊണ്ട് അല്ലാഹുവേ, അവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. ആയുസ് എത്രയുണ്ടെന്ന് പറയാൻ പറ്റൂല ചെറുപ്പക്കാരാ. എത്ര കാലം നമ്മൾ ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമെന്ന് അറിയാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഗൗരവത്തോടെ ചിന്തിച്ചുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി ഇനിയുള്ള രാപ്പകലുകളെ ചിലവഴിക്കാൻ വേണ്ടി കുറച്ച് കളി അവസാനിപ്പിക്കാൻ, ചിരി അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. ഫുട്ബോളിന്റെയും ക്രിക്കറ്റിന്റെയും മാമാങ്കത്തിന്റെ സമയങ്ങളാ വരുന്നത്. ഗ്രൗണ്ടുകളിൽ ആവേശത്തിന്റെ അലയൊലികൾ മുഴങ്ങുന്ന രാത്രികളാ വരുന്നത്. മക്കളെ,
റമദാൻ കഴിയുന്നത് വരെ ഒന്ന് മാറ്റിവെക്കുമോ എന്റെ ഉദ്യാപനത്തെ ചെറുപ്പക്കാരാ? ഇനി റമദാൻ കഴിഞ്ഞു മതി മക്കളെ, ഇനി റമദാൻ കഴിഞ്ഞിട്ട് മതി എല്ലാ കളികളും ആഘോഷങ്ങളും. ഇത് നമുക്ക് ആഖിറത്തിന് വേണ്ടി കൊയ്ത്ത് കാലമാണ്. അതുകൊണ്ട് എന്റെ പൊന്നാര ചെറുപ്പക്കാരോട് ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് പറയുകയാണ്, ഒരു സെക്കൻഡ് പോലും നമുക്ക് പാഴാക്കാൻ കഴിയില്ല മക്കളെ. മഹാനായ ആമിർ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു അൻഹു വലിയ ആബിദാണ്, സ്വാലിഹാണ്. ഒരു ദിവസം അദ്ദേഹത്തിനോട് ഒരു ചെറുപ്പക്കാരൻ വന്ന് പറയുകയാണ്, ഇന്ന് ഞാൻ 2-3 ദിവസം നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഉമ്മ പറഞ്ഞു വിട്ടതാണ് മോനെ. ആമിർ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ 2-3 ദിവസം പോയി താമസിച്ചിട്ട് വരിക. ആ ഉമ്മാക്കറിയാ ആമിർ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ പോയാൽ തന്റെ മകൻ നന്നാകുമെന്നറിയാ, തന്റെ മകൻ ദീൻ പഠിക്കുമെന്നറിയാ, ചാരിയാൽ ചാരിയത് മണക്കുമെന്നതല്ലേ, തന്റെ മകന്റെ ഹൃദയത്തിനകത്ത് വല്ലാത്ത പ്രഭയുണ്ടാകുമെന്നറിയാ. ആ പൊന്നുമോൻ പോയിട്ട് ആമിർ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിനോട് എനിക്ക് നിങ്ങളോടൊപ്പം ഒരു 3 ദിവസം താമസിക്കണമെന്ന് പറയുകയാണ്. 4ാമത്തെ ദിവസം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ പൊന്നുമോൻ തന്റെ ഉമ്മാന്റെ മുമ്പിൽ വന്ന് പറയുന്നു, ഉമ്മാ, നിങ്ങൾ പറഞ്ഞു വിട്ട ഗുരുനാഥനില്ലേ, കഴിഞ്ഞ 3 ദിവസങ്ങളും രാത്രി ഒരു പോളക്കണ്ണ് ഉറങ്ങിയിട്ടില്ല ഉമ്മ. രാത്രിയായി കഴിഞ്ഞാൽ വധുവെടുത്ത് ദിക്റും സ്വലാത്തും ഒക്കെ ചൊല്ലിയിട്ട് എന്നോട് കിടന്നുറങ്ങാൻ പറയുമമ്മ. പാതിരാത്രിയാകുമ്പോ ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പോ പ്രിയപ്പെട്ട ഗുരുനാഥനെ കാണാനില്ല. എവിടെ പോയെന്നറിയാൻ വേണ്ടി ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോ ഒരു പായും എടുത്തുകൊണ്ട് നടന്നു പോവുകയാണ്. ഒരു പായും എടുത്തുകൊണ്ട് ആമിർ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു അൻഹു നടന്നു പോവുകയാണ്. ഇതുപോലുള്ള ഖബർസ്ഥാനുകളില്ലേ, ആയിരക്കണക്കിന് മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകൾ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ഖബർസ്ഥാനില്ലേ, ആ ഖബർസ്ഥാനിന്റെ അരികത്ത് പോയിട്ട് മുസല്ല വിരിച്ചിട്ട് അവിടെ പോയി നമസ്കരിക്കുകയാണുമ്മ. ആ മനുഷ്യൻ ഉറങ്ങുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ഹിദായത്തിന്റെ, ഈമാനിന്റെ, ഇഖ്ലാസിന്റെ സുന്ദരമായ കൊടുങ്കാറ്റ് നെഞ്ചിലടിച്ചു വീശിയിട്ട് ഹിദായത്ത് കിട്ടിയ പൊന്നുമോനായി മാറിയെങ്കില് നമ്മൾ എത്ര ഖബർ കാണുന്നുണ്ട്. ഈ അടക്കപ്പെട്ടിരിക്കുന്ന ഖബർസ്ഥാനിന്റെ മതിലിന്റെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് സിഗരറ്റ് വലിക്കാൻ പോലും മടിയില്ലാത്ത മക്കളല്ലേ. ആ ഖബർസ്ഥാനിന്റെ അരികത്തൂടെ നടന്നു പോകുമ്പോ ലഹരിയുടെ വർത്താനം പറയാ മടിയില്ലാത്ത മക്കളല്ലേ. മൊബൈൽ കണ്ട് വാതുറന്ന് ഖബർസ്ഥാനിൽ ഒന്ന് പൊട്ടിച്ചിരിക്കാ. ഈ ദുനിയാവിൽ നമുക്കല്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ ആർക്കാണ് കഴിയുന്നത്? ആമിർ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഉസ്താദേ, എന്തിനാണ് നിങ്ങൾ ഖബർസ്ഥാനിന്റെ അടുത്ത് പോയി നിസ്കരിക്കുന്നത്? പള്ളിയിൽ നിസ്കരിക്കാമല്ലോ, വീട്ടിൽ നിസ്കരിക്കാമല്ലോ. ആമിർ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു അൻഹു പറയുന്നു, മക്കളെ, ഖബർസ്ഥാനിന്റെ അടുത്ത് പോയാലേ ശരീരത്തെ പാഠം പഠിപ്പിക്കാൻ പറ്റൂ. ഓ, ഖബർ കാണിച്ചു കൊടുത്താലേ ഹൃദയത്തിന് വെളിച്ചമുണ്ടാവൂ. ഞാൻ മരിക്കുമെന്ന ബോധം എന്റെ നെഞ്ചിൽ നിന്ന് നഷ്ടപ്പെടാൻ പാടില്ല എന്ന് ആമിർ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു അൻഹു പറയുമ്പോ അവരൊക്കെ വലിയ ആലിമീങ്ങളാണ്, ആബിദീങ്ങളാണ്, ആരിഫീങ്ങളാണ്. അവര് പോലും ശരീരത്തെ പിടിച്ചു കെട്ടാൻ അവരെ ശരീരവും നിയന്ത്രണം വിട്ടു പാറിപ്പോകും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഖബർസ്ഥാനിന്റെ ചോട്ടിലേക്ക് ആ ശരീരത്തെ കൊണ്ടുവന്ന് കെട്ടിയിടാൻ അവർ മനസ്സ് കാണിച്ചു. നമുക്ക് ആകെ ഏറ്റവും അധികം നമ്മുടെ ശരീരത്തെ നാം പിടിച്ചു നിർത്തേണ്ട സമയമാണ് ഈ ശഅബാനും റമളാനും. അതിനുവേണ്ടി ജാഗ്രത പുലർത്തണം. ഇബ്ലീസിന് തട്ടിക്കളിക്കാൻ ഇട്ടുകൊടുക്കരുത് നമ്മുടെ ശരീരത്തെ. എന്തൊക്കെ ഭൗതികമായ ആഘോഷങ്ങളും ആർഭാടങ്ങളും ഈ 2 മാസങ്ങളിൽ, ഈ ദിവസങ്ങളിൽ, ഈ രാപ്പകലുകളിൽ സംഭവിച്ചാലും പാറ പോലെ അനങ്ങാതെ നിൽക്കണം. അതൊരു പരീക്ഷണ ഘട്ടമാണ്. ടിവികളിൽ, ചാനലുകളിൽ റിയാലിറ്റി ഷോകൾ കൂടുതലും തുടങ്ങുന്ന മാസങ്ങളാണിത്. ഫുട്ബോൾ, ക്രിക്കറ്റ്, IPL, അങ്ങനെ നമ്മുടെ രാത്രികളെ കോടികൾ ചിലവഴിച്ച് ബിസിനസ്സുകാർ ആടിത്തിമിർക്കുന്ന ആഘോഷങ്ങളിൽ നാം ചെന്ന് ഇരുന്നു കൊടുക്കല്ലേ. എന്തേലും ഗുണം നമുക്കുണ്ടോ? നിങ്ങൾ ആലോചിക്ക്. എന്റെ ടീം ജയിച്ചു, നിന്റെ ടീം ജയിച്ചു, അവൻ ചെന്നൈ, അവൻ മുംബൈ, അവൻ മറ്റത്, അവൻ ഡൽഹി, അവൻ ബീഹാർ, അവൻ ബാംഗ്ലൂര്. ചെറുപ്പക്കാര്, കുഞ്ഞു മക്കൾ പോലും വീതിച്ചെടുത്തു. എന്നിട്ട് അങ്ങനെ കളിക്കാണ്, അങ്ങനെ ഓടുകയാണ്, അങ്ങനെ ആഘോഷിക്കാണ്. അവരെ സമയം പോയില്ലേ? ഗെയിമുകളിലൂടെ കോടിക്കണക്കിന് രൂപ. ഇതൊക്കെ കണ്ട് ശരീരത്തെ, ആത്മാവിനെ നശിപ്പിച്ച് പിന്നെ നമ്മൾ മരിക്കുമ്പോ 3 കഷ്ണം തുണിയിൽ പോയി ഞാൻ പച്ച മണ്ണിക്കൊണ്ടിടും. ആരും ഉണ്ടാവൂല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരും ഉണ്ടാവൂല. നമ്മൾ ചെയ്ത അമലുകൾ മാത്രമേ നമ്മളെ കൂടെ ഉണ്ടാവൂ.
മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഇബ്നു ഹിബ്ബാൻ എന്ന മനുഷ്യൻ അദ്ദേഹത്തിന് വുളു എടുക്കാനുള്ള വെള്ളം കൊണ്ട് കൊടുക്കാണ്. ആ സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുന്നു, തങ്ങളെ വല്ലാത്ത തണുപ്പുള്ള രാത്രിയല്ലേ, അതുകൊണ്ട് 3 പ്രാവശ്യം കഴുകേണ്ടത്, ഓരോ പ്രാവശ്യം കഴുകിയാലും അല്ലാഹു പൊരുത്തപ്പെടുമല്ലോ. രാത്രി നിസ്കരിക്കാൻ പോവാണ്, തണുപ്പുള്ള രാത്രിയാണ്, ഭയങ്കര തണുപ്പ്. അത് നമ്മൾ അനുഭവിക്കുമ്പോഴേ പറ്റൂ. അതിങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്നറിയില്ല. വലിയ തണുപ്പ്. നാളെ വയനാടാണ് പ്രസംഗം. സംഘാടകർ ഇപ്പോഴേ വിളിക്കുന്നുണ്ട്, തണുപ്പാണ് ഉസ്താദെ, 10 മണിക്ക് മുമ്പ് പ്രസംഗം നിർത്തണം. ഇന്ന് പ്രസംഗം കഴിഞ്ഞാൽ നാളെ തന്നെ അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദ് നദവിയും ഇവിടുത്തെ സംഘാടകരോടൊക്കെ പറഞ്ഞ് അഫ്സൽ വണ്ടിയൊക്കെ ഫുൾ ടാങ്ക് എണ്ണയൊക്കെ അടിച്ച് സെറ്റായിട്ട് നിൽക്കുകയാണ്. എന്ത് വന്നാലും ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അള്ളാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ, പുതിയ വീടിന് വലിയ ബറക്കത്ത് കൊടുക്കട്ടെ, എല്ലാ സന്തോഷവും കൊടുക്കട്ടെ. അത്ഭുതകരമായ ഒരു ആക്സിഡന്റിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടില്ലേ? നമ്മളൊക്കെ കളിയാക്കൂലേ, എന്തിനാടാ മൊയിലാരെ കൂടെ എപ്പോഴും നടക്കുന്നേ, എന്തിനാടാ തങ്ങന്മാരെ കൂടെ എപ്പോഴും നടക്കുന്നതൊക്കെ ചോദിക്കൂലേ? കുറെ അത്ഭുതങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. മഹാന്മാരായ വലിയ വലിയ നമ്മളെപ്പോലുള്ള ചോട്ടകളല്ല, വലിയ വലിയ ഉസ്താദന്മാര്, തങ്ങന്മാര്, തൗലത്തങ്ങൾ, അല്ലെങ്കിൽ മറ്റു പ്രഗത്ഭരും പ്രശസ്തരുമായ വലിയ സാദാത്യങ്ങൾ, അവർ വരുമ്പോ വീട്ടിൽ കൊണ്ടുപോകുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക. നിങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടാവില്ല, ജിഫ്രി തങ്ങൾ വരുമ്പോ, ജമല്ലി തങ്ങൾ വരുമ്പോ, അല്ലെങ്കിൽ മറ്റ് സയ്യിദന്മാർ വരുമ്പോ ഒന്ന് വീട്ടിൽ കൊണ്ടുപോകണം. അത് വിശ്വാസിക്ക് ആഗ്രഹിക്കാം. എല്ലാ വീട്ടിലും അവർക്ക് വരാൻ പറ്റൂലല്ലോ. അവർ സാധുക്കളാണ്, അവർക്ക് കാലുണ്ട്, മുട്ടുണ്ട്, വേദനയുണ്ട്. നമ്മളതൊക്കെ മനസ്സിലാക്കണം. അത്രയും വലിയ ഈമാനുള്ളവരൊന്ന് ദൂരെ ഇരുന്നിട്ട് ഒന്ന് കാണും, അവര് ദുആ ചെയ്യുമ്പോൾ ഒന്ന് ആമീൻ പറയും. അള്ളാഹുവെ ആഗ്രഹമുണ്ടോ അടച്ചവനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ, പക്ഷെ അവരെ പ്രയാസപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ടാണ്. അതുകൊണ്ട് 1000 വട്ടം എന്റെ വീട്ടിൽ വന്ന കൂലി എനിക്ക് നൽകണേ അള്ളാന്ന് ഉദ്യാവരത്തെ ഒരു പാവപ്പെട്ടവൻ ദുആ ചെയ്താൽ അതങ്ങനെ തന്നെ അള്ളാഹു തരൂലേ? പടച്ചവന്റെ ഖജനാവ് വിശാലല്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, തണുപ്പുള്ള രാത്രിയല്ലേ, അതുകൊണ്ട് വുളു ഒന്ന് ചുരുക്കിയെടുത്തൂടെ? നമ്മൾ ചൂടുള്ള ദിവസം പോലും നമ്മൾ വുളു ചുരുക്കിയെടുക്കും അല്ലേ? നമ്മളങ്ങനെ വുളു പകുതി എടുത്തു പകുതി എടുത്തില്ല, അങ്ങനെയാണ് നമ്മൾ പോവാ. തലയൊക്കെ തടവുന്ന കണ്ട സല്യൂട്ട് അടിക്കുന്ന പോലെ ആ ഖത്തീബിന് അല്ലേ? ഹൗദിലേക്ക് വുളു എടുക്കാൻ വേണ്ടി മുതല ചാടുന്ന പോലെയാണ് സൗണ്ട്. അങ്ങനെ ആശുപല്ല, അങ്ങനെ വാരി എന്താണ് നമ്മൾ ചെയ്യുക? ഒരു അദബ്, ഒരു മര്യാദ, ഒരു വിനയം അതിലില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഇബ്നു ഹിബ്ബാനോട് പറയുന്നു, മോനെ, ഈ പരിശുദ്ധമായ ഈ പവിത്രമായ രാത്രിയുണ്ടല്ലോ, അള്ളാഹുവിന് വേണ്ടി കൊടുക്കാനുള്ളതാണ്. എന്റെ വുളു എങ്ങനെയാണോ അങ്ങനെയാണ് എന്റെ നിസ്കാരമെന്ന് എന്റെ മുത്ത് റസൂല് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെ വുളു കണ്ടാൽ അറിയാം അവന്റെ നിസ്കാരം എങ്ങനെയാണെന്ന്. പൂർണ്ണമായും ബിസ്മിയോടുകൂടി ഷഹാദത്തൊക്കെ പറഞ്ഞ് സാവകാശം എടുക്കുന്ന വുളു ആണെങ്കിൽ അവന്റെ നിസ്കാരവും അങ്ങനെ തന്നെ ആയിരിക്കും. അതല്ലെങ്കിൽ ആവൂല. അതുകൊണ്ട് എന്റെ വുളു പൂർണ്ണമാണെങ്കിൽ എന്റെ നിസ്കാരം പൂർണ്ണമാവുള്ളൂ. ഈ ശഅബാൻ മാസത്തിൽ ഇബാദത്തിന് വേണ്ടി രാത്രി ചിലവഴിക്കുമ്പോ ഒരു പൂർണ്ണമായ വുളു എടുക്കണേ പെങ്ങളെ. പരിപൂർണമായ വുളു എടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം പോലും, ആ ജലധാരകൾ പോലും നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാണ്. എന്നെ നന്നാക്കിയവനെ നീ നന്നാക്കണേ അല്ലാ എന്ന് വുളുവിന്റെ ജലാംശം പോലും പ്രാർത്ഥിക്കുമെന്നാണ്. പൂർണ്ണമായി വുളു എടുക്കുന്നവരാണ് പരലോകത്ത് കൈകാലുകൾ പ്രശോഭിക്കുന്ന പ്രകാശിക്കുന്നവരായി അല്ലാഹുവിന്റെ ആഖിറത്തിൽ അവരാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് നാം രാത്രി ഉറക്കമൊഴിയുമ്പോ ഇബാദത്ത് ചെയ്യുമ്പോ, ഇനി തറാവീഹ് കടന്നു വരുമ്പോ നമ്മൾ നഷ്ടപ്പെടുത്തരുത്, മറക്കരുത്. പ്രത്യേകിച്ച് അൽഹംദുലില്ലാഹ് സന്ദർഭോചിതമായി ശേബാൻ പറയുന്ന രണ്ടാമത്തെ കാര്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് സന്ദർഭോചിതമായി പറയാൻ, പരിശുദ്ധ ബറാത്തിന്റെ രാവ് അൽഹംദുലില്ലാഹ് ആ ഒരു ദിവസം തന്നെ പൂർണ്ണമായി ഒന്നോടുകൂടി ഇരിക്കാൻ ശ്രമിക്കുക. രാത്രിയും പകലും ആയിക്കോട്ടെ, കുറച്ച് നമ്മൾ എത്രയാണ് അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുക. നിങ്ങൾ അത്രയും അള്ളാഹുവിന് വേണ്ടി ആ ദിവസം ഉറക്കം വീണോ എന്നൊന്നും ചോദിക്കരുത്. നമുക്ക് അള്ളാഹ് എന്തൊക്കെ നിഅമത്ത് തന്നു, നമ്മളൊന്ന് കുറച്ച് ഖുർആൻ ഓതി, കുറച്ച് ദിക്ർ ചൊല്ലി ഒന്ന് ഉറക്കം ഒഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഒരു ശ്രമം ഈ വർഷം നമുക്ക് നടത്തിക്കൂടെ? ഒരു ശ്രമം. ബറാഅത്ത് എന്ന് പറഞ്ഞാൽ ബറാഅത്തും മിനന്നാർ, ബറാഅത്തും മിനദ്ദുനൂബ്, നരകത്തിൽ നിന്നുള്ള മോചനവും പാപങ്ങളിൽ നിന്നുള്ള മോചനവുമാണ്. അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യേണ്ട രാത്രിയാണ് ബറാഅത്തിന്റെ രാത്രി. ഇസ്തിഗ്ഫാർ ഒരു 111 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ദിക്ർ, ഇസ്തിഗ്ഫാറിന്റെ ദിക്ർ ഒരുപാടുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ പറഞ്ഞ് നിങ്ങൾക്കൊരു ഭാരമാക്കി തരുന്നില്ല. മിൻകുല്ലി ദംബിൻ വഖത്തിയത്തിൻ വതുബുലി അങ്ങനെ തുടങ്ങുന്ന ഒരുപാടുണ്ട്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒക്കെ ചൊല്ലിയാൽ വലിയ കൂലിയാണ്.
പ്രത്യേകിച്ച് ബറാത്തിന്റെ ദിവസം അന്ന് പകലും. ഇപ്പൊ നമ്മൾ അസർ കഴിയുമ്പോഴാണ് ആ രാവ് തുടങ്ങാം. ബറാത്തിന്റെ ദിനത്തിൽ അസർ കഴിഞ്ഞ രാവ് തുടങ്ങും. അസ്തഗ്ഫിറുല്ലാഹ് അല്ലാതെ ഈ മക്കളൊക്കെ വിളിച്ച് ഒളുവെടുത്ത്, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഭാര്യ മക്കൾ കുടുംബം നിസ്കരിക്കുന്ന റൂമിൽ ഇരുന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹും അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹിന്റെ മലക്കുകൾ നോക്കൂലേ? പടച്ചോനെ, ഒരു കുടുംബം ഹൃദയം തുറന്ന് നിന്നോട് കൈനീട്ടുകയാണല്ലോ. അല്ലാഹുവേ, അവരെ പാപങ്ങൾ പൊറുക്കണം. ഇസ്തിഗ്ഫാർ പാപം പൊറുക്കാൻ വേണ്ടി മാത്രമല്ല, മക്കളുണ്ടാവാൻ, ഐശ്വര്യമുണ്ടാകാൻ, ബറക്കത്തുണ്ടാവാൻ, വിശാലതയുണ്ടാവാൻ ഒക്കെ ഇസ്തിഗ്ഫാർ നല്ലതാണ്. എല്ലാ കാര്യത്തിനും ഇസ്തിഗ്ഫാർ നല്ലതാണ്. ഒരു 111 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് അൽ-അദീം ചൊല്ലുക. അത് കഴിഞ്ഞിട്ട് ബറാഅത്തു മിനന്നാറാണ്, നരകമോചനമാണ്. അല്ലാഹുമ്മ അജ്റിനി മിനന്നാർ, നനയുന്ന കണ്ണോടുകൂടി അള്ളാഹുവിനോട് നരകമോചനം ചോദിക്കുക. ആ ദിവസം തന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന കുറെ കോടാനുകോടി അടിമകളുണ്ടെന്നാണ്. അള്ളാഹുവേ, അതിനകത്ത് ഉൾപ്പെടാൻ വേണ്ടി അല്ലാഹുമ്മ അജ്റിനി മിനന്നാർ. വാപ്പയും ഉമ്മയും മക്കളും നമ്മളങ്ങനെ ചേരി തിരിയരുത്. ദുനിയാവിന് വേണ്ടി അങ്ങനെ വേട്ട നായ്ക്കളെ പോലെ ഓടി നാവ് നീട്ടി അലയരുത്. നിസ്കരിക്കുന്ന റൂമിലോ ഒരു സ്ഥലത്തിരുന്നിട്ട് ഇങ്ങനെ ഹാളിലോ എവിടെയെങ്കിലും ഇരുന്നിട്ട് അങ്ങനെ നോമ്പോടുകൂടി സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അള്ളാഹു കാരുണ്യവാനല്ലേ. ആ നരകമോചനം അള്ളാഹുവിനോട് കൈ ഉയർത്തിയിട്ട് തേടുക, പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ചോദിക്കാം. പിന്നെ നമുക്ക് 3 യാസീൻ ഓതണമല്ലോ നമ്മുടെ ദീർഘായുസ്സിന് വേണ്ടി. അള്ളാഹുവേ, എത്ര കുഞ്ഞുങ്ങളാണ് ഇപ്പോ ഷൊർണൂരിൽ മക്കളും വാപ്പയും ഉമ്മയുമാണ് പുഴയിൽ വീണ്ടും മരണപ്പെട്ടത്. ആ സ്ഥലത്ത് അതിനടുത്തൂടെ ഇപ്പൊ ഇങ്ങനെ യാത്ര പോകുമ്പോ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞു, ബാഖവി, അവിടെയാണ് ആ മരണം നടന്നത്. അങ്ങോട്ട് നോക്കാൻ പോലും കഴിയണില്ല. അദ്ദേഹത്തിന്റെ കട കാണിച്ചു തന്നു, ഇതാണ് ഈ ബേക്കറിയാണ് അദ്ദേഹം നടത്തിയിരുന്നത്. അതൊക്കെ പോയി അടച്ചിട്ടു, ഷട്ടറൊക്കെ താഴ്ത്ത് ഇങ്ങനെ ഇട്ടിരിക്കാണ്. ആ ഉപ്പ ഉമ്മ മക്കൾ ഒരുമിച്ചാണ് വെള്ളത്തിലേക്ക് വീണ് മരണപ്പെടുന്ന ആ കുടുംബത്തിലെ പ്രിയപ്പെട്ടവർ. അള്ളാഹുവിലേക്ക് നമുക്ക് ദുആ ചെയ്യണം. പടച്ചോനെ, ഞങ്ങൾക്ക് ദീനിന് വേണ്ടി ജീവിക്കാനുള്ള ആയുസ് നൽകണം. പടച്ചോനെ, ഒന്നാമത്തെ യാസീൻ അങ്ങനെ നിയ്യത്ത് ചെയ്യുക. യാസീൻ ഓതുന്നതിന് മുമ്പ് തന്നെ പടച്ചോനെ, ഇതിനെ ഞങ്ങളുടെ ദീർഘായുസിന് വേണ്ടിയാണ് അല്ലാഹ്. ഇനിയും നമുക്ക് ശഅബാൻ വേണം, ഇനിയും നമുക്ക് റമളാൻ വേണം. കഴിഞ്ഞ വർഷം മഞ്ചേശ്വരത്തിന്റെ 1000 ജമാഅത്തിന്റെ ഉദ്യാവരത്ത് ഞാൻ നിൽക്കുമ്പോ ഉണ്ടായിരുന്ന പലരും ഇന്നില്ല. കഴിഞ്ഞ വർഷം ഞാൻ പ്രസംഗിക്കുമ്പോ ഈ പാവപ്പെട്ടവന്റെ സ്നേഹസാഗരത്തിൽ രോഗികളായി കഴിഞ്ഞിരുന്ന, അഭയം തേടി വന്നിരുന്ന പലരും ഇന്നില്ല. അല്ലാഹുവേ, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. രണ്ടാമത് ഭക്ഷണ വിശാലത. യാസീന് മുമ്പ് നിയ്യത്തേണ്, അല്ലാഹുവേ, ഞങ്ങളുടെ ഭക്ഷണത്തിന്റെ ബറക്കത്തിനാണ് യാസീൻ. ഭക്ഷണത്തിന് ബറക്കത്ത് വേണം, ദാരിദ്ര്യം വരാൻ പാടില്ല, കിട്ടുന്ന ഭക്ഷണം ഹറാമിൻ്റെതാവാൻ പാടില്ല. വളരെ ലോകത്തെന്തൊക്കെ അണുബാധ വന്നാലും, കച്ചവടം പൊളിഞ്ഞാലും, ഉപരോധം വന്നാലും, എവിടെയൊക്കെ യുദ്ധം നടന്നാലും, അല്ലാഹുവേ, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ബറക്കത്ത് ഞങ്ങളുടെ അരുമ മക്കൾ കഴിക്കുന്ന, നിങ്ങൾ കഴിക്കുന്ന ആ ഭക്ഷണത്തിന്റെ ബറക്കത്തിന് വേണ്ടി അല്ലാഹുവിനോട് നിയ്യത്ത് ചെയ്ത് ദുആ ചെയ്തിട്ടാണ് യാസീൻ. മൂന്നാമത്തത് ആഖിബത്ത് നന്നാവണ്ടേ, ആഖിബത്ത് നന്നാവണ്ടേ, ഈമാനോടെ മരിക്കണ്ടേ. എങ്ങനെയെങ്കിലും വഴിയോരത്ത് കിടന്ന് കന്നുകാലികളെ പോലെ ചത്തൊടുങ്ങിയാ മതിയോ? മഹാന്മാര് മുഴുവനും ചെയ്ത ദുആ. സുന്നത്തിന്റെ കൊടിമരം പോലെ ജീവിച്ച മഹാനായ ഫത്തുഹുൽ ഫത്താഹിന്റെ രാജാവ്, മലബാറിന്റെ മദീന മനസ്സിന്റെ അകത്ത് കൊണ്ടു നടന്ന മഹാനായ ശൈഖുനാ തിപ്പറ്റ ഉസ്താദ് പോലും എപ്പോ കണ്ടാലും മുതഅല്ലിമീങ്ങളോട്, ഉസ്താദുമാരോട്, സാദാത്യങ്ങളോട് പറഞ്ഞിരുന്നത്, മക്കളെ, ആഖിബത്ത് നന്നാവാൻ ദുആ ചെയ്യണമെന്നാണ്. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബത്തനാ. ഇതൊക്കെ നിയ്യത്ത് ചെയ്ത് ദുആ ചെയ്ത് ദിക്ർ ചൊല്ലി സ്വലാത്ത് ചൊല്ലി കരഞ്ഞ് തൗബ ചെയ്തിരിക്കേണ്ട രാത്രിയാണ് നോമ്പ് നോറ്റിരിക്കേണ്ട പകലും രാവുമാണ്. അതിനെ നമ്മൾ അനാവശ്യമായി ചെലവഴിക്കരുത്, അതിനെ നമ്മൾ ഹറാമിന് വേണ്ടി മാറ്റിവെക്കരുത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ശഅബാൻ വിളിച്ചു പറയുന്ന ഒന്നാമത്തെ കാര്യം എന്റെ രാത്രികളെ പാഴാക്കരുത് എന്നാണ്. രാത്രികളെ പാഴാക്കരുത് എന്നാണ്. ശഅബാൻ മാസത്തിന്റെ ബറാഅത്തിന്റെ മറ്റൊരു പുണ്യമുണ്ട് സഹോദരിമാര്. പിന്നെ എനിക്ക് ഒരുപാട് ഖുർആനൊക്കെ ഓതാണ്ട്, അതുകൊണ്ട് ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങാം എന്ന് തീരുമാനിക്കണ്ട. നമ്മൾ എന്ത് ചെയ്യുക? ഭർത്താവിന് മക്കൾക്ക് വീട്ടിൽ തന്നെ നോമ്പുകാരായി ഭക്ഷണം തയ്യാറാക്കി അടുക്കളയ്ക്കകത്ത് നിങ്ങൾ നിൽക്കുന്ന നിമിഷത്തിന് പോലും അള്ളാഹുവിന്റെ അടുത്ത് ബറാഅത്തിന്റെ ദിനത്തിൽ വലിയ കൂലിയാണ്. അല്ലെങ്കിൽ തന്നെ അതിന് കൂലിയുണ്ട്. പക്ഷെ ഈ ബറാഅത്ത് നോമ്പ് നോറ്റിരിക്കുന്ന ഭർത്താവിന് നോമ്പ് തുറക്കാൻ ഭക്ഷണം തയ്യാറാക്കാണ്.
അവർക്ക് അത്താഴം കൊടുക്കാൻ അതിനുവേണ്ടി തയ്യാറെടുക്കാണ്, ഇബാദത്ത് ചെയ്യുന്നുണ്ട്, ദിക്ർ ചൊല്ലുന്നുണ്ട് അടുക്കളയിൽ. അതിന്റെ കൂടെ ഇതൊക്കെ ചെയ്യാണ്, അതിന്റെ കൂടെ മക്കളെ കുളിപ്പിക്കുന്നു, അതൊക്കെ ചെയ്യുന്നു. അല്ലാഹുവേ, എന്റെ ബറാത്ത്, എന്റെ ശഅബാൻ, മനസ്സിൽ ആ നീറുന്ന ചിന്തയോടെ ഉദ്യാപനത്തെ പെങ്ങള് അടുക്കളയിലും തന്റെ കുടുംബത്തിനും വേണ്ടി ജോലി ചെയ്താൽ ആ പെങ്ങൾക്ക് പോലും അല്ലാഹു പ്രത്യേക പദവിയാണ് ഓരോ ശ്വാസോശ്വാസത്തിലും അല്ലാഹു കൊടുക്കുന്നത്. നഷ്ടപ്പെടുത്തരുത് പെങ്ങളെ. ഇന്ന് നോമ്പായതുകൊണ്ട് ഫുള്ള് കടന്നാക്കാം എന്നല്ല തീരുമാനിക്കേണ്ടത്. കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്ത ഭക്ഷണം ബറക്കത്തിന് വേണ്ടി ചോദിക്കുന്ന ദിവസമല്ലേ നമ്മുടെ ഭക്ഷണത്തിന്റെ ബറക്കത്തിന്. അള്ളാഹു നമുക്കൊക്കെ ബറക്കത്ത് നൽകട്ടെ. ഇപ്പൊ ഈ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങൾ ആലോചിക്കുക, ബിസിനസ് പൊളിഞ്ഞാൽ നമുക്ക് സന്തോഷം ഉണ്ടാവൂല. ഓരോന്നോരോന്ന് പടിപടിയായി താഴ്ന്ന് പൊട്ടിപ്പൊളിഞ്ഞു പോയാൽ നമ്മളൊക്കെ സങ്കടത്തിലാവും. നമ്മുടെ മക്കളെ പഠിപ്പിക്കണ്ടേ? ഇവിടെ ഇബ്രാഹിം ഹാജിയുടെ മകനെ സംബന്ധിച്ച് ഇവിടെ ഉണ്ടോ? മകനുണ്ടോ? ഇവിടെ ഉണ്ടോ? അല്ല, നിങ്ങളെ മോനാ? നിങ്ങളിപ്പോ ഒന്ന് മാഷാ അല്ലാഹ് കണ്ടില്ല. ഞാനിങ്ങനെ പ്രസംഗത്തിൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ പിന്നെ എന്റെ ഫ്ലോ പോകുന്നുള്ളതാണ്, അങ്ങോട്ട് നോക്കലില്ല. അവിടെ അസേരി വന്നോ? ഇവിടെ ഉണ്ടോ? അള്ളാഹു ആ പൊന്നുമോനെ ശബ്ദം നിലനിർത്തി കൊടുക്കട്ടെ. നമ്മളെ മക്കളെ നല്ല സ്ഥാപനത്തിൽ പഠിപ്പിക്കാൻ നമുക്ക് പണം വേണം, പിടിപാട് മാത്രം പറ്റൂല. ഇപ്പൊ ഇവിടെ റഷാദിയ കമ്മിറ്റിയുടെ കീഴിൽ പെൺകുട്ടികൾക്ക് വലിയ സ്ഥാപനം വരാൻ പോകുന്നില്ലേ അജയരെ? അല്ലേ, പെൺകുട്ടികളുടെ സ്ഥാപനം ആൺകുട്ടിയേക്കും വരാൻ പോകുന്നുണ്ട്. മാഷാ അല്ലാഹ്. ഹോസ്റ്റൽ 8ാം ക്ലാസ് മുതൽ ഹോസ്റ്റൽ സംവിധാനത്തിൽ പഠിക്കട്ടെ. എന്റെ മോനൊക്കെ ഹാഫിളായ ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. പ്രിയപ്പെട്ട സാദിഖലി തങ്ങളുടെ കയ്യിൽ നിന്ന് എന്റെ മോൻ പാണക്കാട് കുടുംബത്തിലെ തറവാട്ടിൽ നിന്ന് അവിടുത്തെ 5 മക്കൾ ഹാഫിളായ ദിവസമാണ് എന്റെ മോനും ഹാഫിളായ സനത് വാങ്ങിയത്. അള്ളാഹു ഈ വിനീതന് തന്നെ ജീവിതത്തിൽ തന്നെ മഹാഭാഗ്യാണ്. തിരുവനന്തപുരത്തിന്റെ അങ്ങേ മൂലക്കിരിക്കുന്ന എനിക്ക് പാണക്കാട് കുടപ്പനൊക്കെ തറവാട്ടിലെ തങ്ങന്മാരെ മക്കള് ഹാഫിളാവുമ്പോ ആ മക്കളുടെ കൂട്ടത്തില് അന്നത്തെ ദിവസം സനത് വാങ്ങാൻ കഴിയാതെ പറയുന്നത് അള്ളാഹു എന്റെ ഹിദുമത്തിന് പകരം എനിക്കെന്ന സമ്പാദ്യമാണ്. അള്ളാഹു നിലനിർത്തി തരട്ടെ പടച്ചോനെ. അള്ളാഹുവേ, ഹിഫ്ളും ഈമാനും ഇഖ്ലാസും ഒക്കെ നമ്മുടെ മക്കൾക്ക് നീ കൊടുക്കറബ്ബേ. ഞങ്ങളുടെ മയ്യത്തെടുക്കുന്ന സമയത്ത് ലഹരി ഉപയോഗിച്ച് കള്ളു കുടിച്ചു ബോധമില്ലാതെ നമ്മളെ മക്കൾ വന്ന് നിൽക്കാൻ പാടില്ല. നല്ല ഈമാന്റെ കരളുറപ്പോടെ ഉപ്പാക്ക് വേണ്ടി ഈമാന്റെ കണ്ണുനീർത്തുള്ളികൾ ഒഴുകുന്ന, അല്ലെങ്കിൽ ആ കണ്ണീര് വീഴുന്ന കബറിൽ വേണം നമ്മൾ കിടക്കാൻ. അങ്ങനത്തെ കണ്ണീരാ, നെഞ്ചത്തെടുക്കുന്ന കണ്ണീരല്ല. അതിനൊക്കെ വലിയ മഹാഭാഗ്യം ചെയ്യണം. അല്ലാഹു ഇവിടെ വന്ന ഉപ്പമാരെ നീ അങ്ങനെയുള്ളവരാക്കണേ. അല്ലാഹ് ഇവിടെ ഉള്ള മക്കളെയും നീ അങ്ങനെ ആക്കണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ രണ്ടാമത് വിളിച്ചു പറയുന്നത് ശഅബാൻ വിളിച്ചു പറയുന്നത് സ്വതക്ക ചെയ്യലാണ്. അയ്യു സ്വതഖത്തി അഫ്ളലു യാ റസൂലല്ലാഹ്, ഏറ്റവും ശ്രേഷ്ഠമായ സ്വതക്ക ഏതാണ് നബിയേ? മുത്തൊളി ദീപം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത സ്വതക്കത്തു റമദാന്റെ സ്വതക്കയാണ് ഏറ്റവും ശ്രേഷ്ഠമായ സ്വതക്ക. റമദാന്റെ സ്വതക്കയാണ് ഏറ്റവും ശ്രേഷ്ഠമായ സ്വതക്ക. ആ റമദാൻ മാസത്തിൽ ചെയ്യുന്ന സ്വതക്കയാണ് ഏറ്റവും കൂലിയുള്ള സ്വതക്ക. ബാക്കിയുള്ള മാസം ചെയ്യേണ്ടെന്നല്ല, പക്ഷെ റമദാനിൽ അത്രയും കൂലിയുള്ളത് കൊണ്ട് തന്നെ ശഅബാൻ മാസത്തിന് കൊതിയുണ്ട്, ശഅബാൻ മാസത്തിന് ആർത്തിയുണ്ട്. അങ്ങനെ ഒരു സ്വതക്ക നിങ്ങൾ ഈ രാപ്പകലുകളിൽ ചെയ്യാൻ. ശഅബാൻ മാസം വിളിച്ചു പറയുന്ന ഓരോ വിശ്വാസിയുടെ വീട്ടിലും ഓരോ വിശ്വാസിയുടെ കാതിലും ശഅബാന്റെ ഓരോ രാത്രിയും പകലും വന്ന് വിളിച്ചു പറയും, റമദാൻ അനുകൂലമാകാൻ ഈ മാസത്തിൽ നിങ്ങൾ സ്വതക്ക ചെയ്യണേ. റമദാൻ നിങ്ങളെ വാരി പുണരാൻ, റമദാൻ നിങ്ങൾക്ക് മുത്തം തരാൻ ഈ മാസങ്ങളിൽ നിങ്ങൾ സ്വതക്ക ചെയ്യണേ എന്ന് ശഅബാന്റെ രാത്രിയും പകലും വിളിച്ചു പറയുമ്പോ, എന്റെ ഉദ്യാവരത്ത് വന്ന പെങ്ങളെ, ഒരു യതീമിന്റെ കല്യാണത്തിന്, ഒരു പാവപ്പെട്ടവന്റെ വീട് നിർമ്മാണത്തിന്, ഒരു സാധുവിന്റെ രോഗം മാറ്റാൻ ഇന്ന് കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിൽ സർജറി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭാര്യയുടെ കരൾ ഭർത്താവിലേക്ക് മാറ്റിവെക്കുകയാണ്. 13 വയസ്സുള്ള പൊന്നുമോള് സർജറിക്ക് വേണ്ടി വാപ്പായെ കയറ്റുമ്പോ ഒരേ ഒരു മോളെ ഉള്ളൂ. ആ പൊന്നുമോള് ഡോക്ടറോട് പറയാണ്, എന്റെ വാപ്പാന്റെ കൂടെ ജീവിച്ചെനിക്ക് കൊതി തീർന്നിട്ടില്ല, ഞാൻ ഒറ്റ മോളാണ്, എന്റെ വാപ്പച്ചെങ്ങ് തിരിച്ചു തന്നേക്കണമെന്ന്. 35 ലക്ഷം രൂപ കെട്ടിവെക്കേണ്ട സർജറിക്ക് ഇന്നലെ രാത്രി ഈ വിനീതം പ്രസംഗിച്ച സരസീന്ന് കൂടി പിരിച്ചിട്ട് ഏകദേശം 32 ലക്ഷം രൂപ തികയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോരുത്തർക്കും സ്വതക്ക കൊടുക്കുമ്പോ പടച്ചോരെ, മാരക രോഗം തരാതെ, അപകടങ്ങളും ആപത്തുകളും തരാതെ ഞങ്ങളെ കാക്കട
അല്ലാ എന്ന് കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്യാ. എന്റെ പ്രിയപ്പെട്ട ഉദ്യാവരത്വ സഹോദരങ്ങൾ മറക്കല്ലേ, അല്ലാഹു പണം തന്നിരിക്കുന്നത് നിന്റെ തിണ്ണമിടുക്ക് കണ്ടിട്ടല്ല, നിന്റെ പവർ കണ്ടിട്ടല്ല, നിന്റെ മെമ്മറി കണ്ടിട്ടല്ല, നിന്റെ ബിസിനസിന്റെ മൈൻഡ് കണ്ടിട്ടല്ല. അൽമാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. മോനെ, അത് ഭൗതിക ലോകത്തിന്റെ ആഡംബരമാണടാ, ഒരു ഭംഗി മാത്രമാണടാ. ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നത്തു ഉമ്മത്തി അൽമാ. എന്താ മാണിക്യമുത്ത് പറഞ്ഞെന്തറിയോ? ഈന്തപ്പന ഓലയുടെ കൂരക്കകത്ത്, തൊട്ടിയ തോൽപാത്രത്തിനകത്ത് കുടിക്കാനൊന്നുമില്ലാതെ നോക്കിയിരുന്ന അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെന്തറിയോ? എല്ലാ സമുദായത്തിനും പരീക്ഷണമുണ്ട്. എന്റെ സമുദായത്തിന്റെ പരീക്ഷണം അത് സമ്പത്താണ്, സമ്പത്താണ്. മക്കള് മാതാപിതാക്കളെ വിഷം കൊടുത്ത് കൊല്ലുന്നത് പണത്തിനല്ലേ, അധികാരത്തിനല്ലേ. കൂടപ്പറപ്പുകൾ കടിച്ചു കീറുന്നത്, വന്യമൃഗങ്ങളെ പോലെ കടുപിടി കൂടുന്നത് നോട്ടുകെട്ടിന്റെ സുഗന്ധത്തിന് വേണ്ടിയല്ലേ. ശഅബാൻ മാസത്തില് ആ ജോലിയൊക്കെ നിങ്ങൾ ഒഴിവാക്കിയിട്ട് ഹൃദയമറിഞ്ഞ മനസ്സറിഞ്ഞ സ്വതക്ക മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ ഒരു ആടിനെ അറുത്തു. ആയുസിൽ ചിലപ്പോ 1-2 ആടെ ആ വീട്ടിൽ അറുത്തിട്ടുണ്ടാവുള്ളൂ. അത്ര തന്നെ ഉള്ളു. അവരത്രയും കഷ്ടപ്പെട്ടവരല്ലേ. പട്ടിണി കൊണ്ടങ്ങ് രാത്രി നടന്നപ്പോൾ വീശിയ കാറ്റെങ്കിൽ നബിയെ തട്ടിയും മുട്ടിയും കൂടെ ഇരുന്നൊരു കുപ്പായമായെങ്കിൽ. ഒരു ആഷിക്കിന്റെ മനം തുറന്ന ആഗ്രഹമാണ്. പട്ടിണി കിടന്ന് ഹബീബ് നടന്നു പോയപ്പോ രാത്രി ഇങ്ങനെ ശരീരത്തിൽ അടിച്ചു വീശിയ ഒരു തെന്നലാവാൻ, ഒരു കാറ്റാവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അല്ലാഹ്, ഒരു അങ്ങനെയെങ്കിലും ഒരു പൊരുത്തം. അതാണ് ആടിനെ അറുത്ത ദിവസം ഇങ്ങനെ ഓരോ പീസ് ഇങ്ങനെ അറുത്തറുത്ത് മാറ്റി വെക്കൂലേ. അങ്ങനെ വെക്കണ സമയത്ത് മുത്തു ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സഹാബത്തിന്റെ കയ്യില്, ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ കയ്യില് കൊടുക്കാണ്. ഓരോ സ്ഥലത്ത് കൊണ്ട് കൊടുക്കാൻ, എല്ലാ സ്ഥലത്തും കൊടുത്ത് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തിരികെ വീട്ടിൽ വരുമ്പോ മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നബിയെ, കുറച്ച് കുളമ്പുകൾ മാത്രല്ലേ ഉള്ളൂ നബിയെ. നമ്മളൊരു ആടിനെ അറുത്താല് ഭാര്യ തന്നെ ആദ്യം ഭർത്താവിനോട് പറയിക്കാം, നമുക്ക് ആ കരള് മാറ്റി വെക്കണം, ലിവർ മാറ്റി വെക്കണം, ആടിന്റെ പ്രധാനപ്പെട്ട പാർട്സുകൾ അല്ലെ, കാലിന്റെ തുടയുടെ ആ ഭാഗം മാറ്റി വെക്കണം. അതെങ്ങനെ കരിക്കാനോ പൊരിക്കാനോ മുളകിടാനോ മുളകിടാതെയോ എങ്ങനെയാണോ അത് കഴിക്കാനുള്ള ആഗ്രഹം, ബാക്കിയൊക്കെ നമുക്ക് കൊടുക്കാം എന്നാണ് പറയാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് കുറച്ച് 2-3 കുളമ്പ് മാത്രമല്ലേ ഉള്ളൂ നബിയെ, ബാക്കിയൊക്കെ മാംസവും സംവിധാനങ്ങളൊക്കെ എല്ലാവർക്കും കൊടുത്തല്ലോ ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആയിഷ ആ കൊടുത്തതെല്ലാമാണ് നമുക്കുള്ളത്. അങ്ങനെ പറയണ ആയിഷ, ആ കൊടുത്തതൊക്കെയാണ് നമുക്കുള്ളത്, ഇതാണ് ബാക്കിയായത്. ഇത് നമുക്കില്ല, ഇത് നമുക്ക് ആഖിറത്തിൽ കിട്ടൂല, ഇത് നമുക്ക് കഴിക്കാനുള്ളതാ. പക്ഷെ കൊടുത്തതുണ്ടല്ലോ, അത് അൽഹംദുലില്ലാഹ് ആഖിറത്തിൽ കിട്ടും. നിങ്ങൾ ആർക്ക് കൊടുത്താലും അത് ആഖിറത്തിൽ കിട്ടും, ആർക്ക് കൊടുത്താലും ആഖിറത്തിൽ കിട്ടും. സ്നേഹസാഗരം മരുന്ന് വാങ്ങാൻ വേണ്ടി ഒരു പാവപ്പെട്ട ഉമ്മാക്ക് ഒരു ദിവസം 6000 രൂപയുടെ മരുന്ന് വേണം ഭർത്താവിന്. ഒരു അപേക്ഷ തന്നു. നമ്മളിങ്ങനെ സ്നേഹസാഗരത്തിന് അങ്ങനെ പുറത്തു കൊടുക്കാനുള്ള സാമ്പത്തികം ഇല്ല. പക്ഷെ അവരുടെ ഒരു സങ്കടം കണ്ടപ്പോ ഒരു 5 ദിവസത്തേക്ക് 6000 രൂപ വെച്ചിട്ട് 5 ദിവസത്തെ മരുന്നിന്റെ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് അത് അവരുടെ അക്കൗണ്ടിലേക്ക് തന്നെ ട്രസ്റ്റിൽ നിന്ന് അയച്ചു കൊടുത്തു. അതിനുശേഷം ഒരു ഓഫീസിലേക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ചു, ഒരിക്കലും നിങ്ങളെ മറക്കൂല, ഞാൻ ഓടി ഓടി തളർന്ന് അത്ര ദിവസമെങ്കിലും എന്റെ ഭർത്താവ് ജീവിക്കുന്നെങ്കിൽ ജീവിക്കട്ടെ, അത്രയും സന്തോഷം അല്ലാഹു നിങ്ങൾക്ക് തരും. കരഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ വീടിന്റെ ഉമ്മറപ്പ്, നമ്മുടെ കടത്തിണ്ണയില്, നമ്മുടെ ബിസിനസിന്റെ ഓഫീസില് ഇതുപോലെ എത്രയോ ആളുകൾ വന്ന് കയറി ഇറങ്ങിയിട്ടുണ്ടാവും. നമ്മൾ പണത്തിന്റെ ഗമ കൊണ്ടവരെ പുച്ഛച്ചോ തള്ളിയിട്ടുണ്ടാവും. മോള് വന്ന് പറയും ഡാഡി ഇവിടെ ഇല്ല, ഭർത്താവ് വന്ന് പറയും ഹസ് ഇവിടെ ഇല്ല, ആരുമില്ല. ഉമ്മയാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നതെങ്കിൽ ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന സർവന്റ് പറയും മാം ഇവിടെ ഇല്ല, ഉണ്ടെങ്കിലും ഇല്ല. കാരണം ഇവരെ ഒന്നും പരിഗണിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്.
മദീനത്ത് മസ്ജിദുൻ നബി വീഴുന്ന അള്ളാഹുവിന്റെ റസൂൽ എപ്പോ വീട്ടിൽ പോയാലും സഹാബത്തിനോട് പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഞാൻ വീട്ടിലേക്ക് പോണ സമയത്ത് വീടും പള്ളിയും തമ്മിൽ വേർതിരിവൊന്നുമില്ല, പക്ഷെ എന്നാലും ആ ഈന്തപ്പന ഓലയുടെ നാരുകൊണ്ടുള്ള വാതിൽ അങ്ങോട്ട് അടച്ചാൽ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ആവശ്യം ചോദിച്ചു വന്നാൽ എന്റെ അടുത്ത് കൂടി നിങ്ങൾ പറയണം. അവിടെ അങ്ങനെ ഖജനാവിൽ നിറച്ചു വെച്ചിരിക്കുന്നുണ്ടല്ല, ഒരു കാരക്കയുടെ കീറോ ഒരു പത്തിരിയുടെ പകുതിയൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാലും എന്റെ അടുത്ത് കൂടി നിങ്ങൾ പറയണം, ഞാനും കൂടി എന്തെങ്കിലും അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. أبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك يا رسول الله. അങ്ങയുടെ ഈ കാരുണ്യമാണ് നബിയെ എല്ലാവരെയും അങ്ങയുടെ മുന്നിൽ മുട്ടുകുത്തിച്ചത്. ഈ കാരുണ്യമാണ് നബിയെ. മണിമുത്ത് നബിയെ വരാമോ ഒരു മുത്തം കവിളിൽ തരാമോ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശഅബാനല്ലേ ചൊല്ലിക്കോ. നെഞ്ചിന്റെ പഞ്ചാര കൂട്ടിൽ മൊഞ്ചോടെ തഞ്ചം വരാമോ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ശഅബാൻ വിട പറയുന്നതിന് മുമ്പ് റമദാൻ വരുന്ന സന്തോഷത്തിലെ സ്വതക്ക, ഒരു യതീമിന്റെ കല്യാണം നടത്താൻ, ഒരു പാവപ്പെട്ട കുടുംബത്തിന് വീട് വെക്കാൻ നിങ്ങൾ ലക്ഷങ്ങൾ കൊടുക്കണമെന്ന് എനിക്ക് അവകാശവാദമില്ല. പക്ഷെ അല്ലാഹുവേ, 1000 രൂപ കൊടുക്കാൻ, 500 രൂപ കൊടുക്കാൻ, ഒരു മരുന്ന് വാങ്ങാൻ പൈസ കൊടുക്കാൻ, എന്റെ വീടിന്റെ മുമ്പിൽ 4 ദിവസം ചേർത്തുകൊണ്ട് മരുന്നിന് പണം വാങ്ങാമെന്ന ഒരു പാവപ്പെട്ട ഉമ്മ ഉണ്ടായിരുന്നു. അവസാനം ഭാര്യ വിളിച്ചു പറഞ്ഞു, ഇവര് വല്ലാത്ത ഒരു സ്ത്രീയാണ്, ഇവരെല്ലാ ദിവസവും വരികയാണ്, നിങ്ങളില്ലാന്ന് പറഞ്ഞിട്ടും അവര് വരികയാണ്, ഒരു സമാധാനം തരുന്നില്ല, ഇവിടെ ഇരിക്കുന്ന ചെറിയ പൈസ ഒക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്, പക്ഷേ നിങ്ങളെ കാണാതെ പോല. ആ പ്രിയപ്പെട്ട ഉമ്മയെ കാണുന്ന ദിവസമുണ്ടല്ലോ, ആ ഉമ്മ ഇങ്ങനെ തട്ടം കൊണ്ട് ഇങ്ങനെ വായുടെ പകുതി ഇങ്ങനെ മറച്ചു വെച്ചിട്ടാ സംസാരിക്കുന്നത്. ആ ഉമ്മ പറയും, ഉസ്താദേ 35,000 രൂപയുടെ മരുന്നാണ് ഒരു ദിവസം കഴിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടാ തുണി അങ്ങോട്ട് മുഖത്തിരുന്ന് മാറ്റുമ്പോ, എന്റെ ഉദ്യാവരത്തെ പെങ്ങളെ, താടിയുടെ പകുതിയില്ല മക്കളെ, എന്റെ ചെറുപ്പക്കാരാ, താടിയുടെ പകുതിയില്ലടാ. അല്ലാഹു തന്ന ആരോഗ്യത്തെ കഞ്ചാവ് കുത്തിവെച്ച് നശിപ്പിക്കുന്ന ചെറുപ്പക്കാരോ, അല്ലാഹു തന്ന ആഫിയത്തിനെ മണ്ണിനു വേണ്ടി പെണ്ണിനു വേണ്ടി മൃഗങ്ങളെ പോലെ കടിപിടി കൂടിയിട്ട് തല്ലിച്ചതയ്ക്കുന്ന ആധുനിക കാലഘട്ടത്തിലെ മക്കളെ, അല്ലാഹു തന്ന ആഫിയത്തിന്റെ ആരോഗ്യത്തിന്റെ വില നിനക്കറിയില്ലടാ. അല്ലാഹു തന്ന ആരോഗ്യത്തിന്റെ വില നിനക്കറിയില്ലടാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാണ്, അല്ലാഹു തന്ന സമ്പത്തിന്റെ ഒരു വിഹിതം ഒരു പാവപ്പെട്ടവര് കൊടുക്കാൻ, ഒരു സാധു കുടുംബത്തിന് കൊടുക്കാൻ ഈ പരിശുദ്ധ റമദാനിൽ കഴിയട്ടെ. മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പട്ടിണി കണ്ടിട്ട് കരഞ്ഞു. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പട്ടിണി എന്ന് പറഞ്ഞാൽ കൂടെ അടുത്ത് നിൽക്കുന്നവർക്കല്ലേ കൂടുതൽ അറിയുള്ളൂ. ഒരു കമ്മീസും ഷാളൊക്കെ ഇട്ട് പള്ളിയിൽ വന്നാൽ ഖത്തീബ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റൂല. നമ്മളത് അറിയണം. ഉസ്താദുമാരുടെ വേദനകൾ നമ്മൾ അറിയണം. നമ്മുടെ ആ പഠിപ്പിക്കുന്ന ഉസ്താദ് മറ്റേ സംഘടനയാണ്, ഖത്തീബ് മറ്റേ സംഘടനയാണ്, മുദരിസ് മറ്റേ, അങ്ങനെയൊന്നും നമ്മൾ വേർതിരിക്കരുത്. നമ്മുടെ മഹലിൽ മദ്രസക്ക് ദർസിന് ഖുതുബക്ക് നിൽക്കുന്ന ഉസ്താദ്, അദ്ദേഹത്തിന്റെ കുടുംബ വിഷയങ്ങൾ നമ്മൾ അറിയണം. നമ്മൾ എത്ര ശമ്പളം കൊടുത്താലും ചിലപ്പോൾ ഒരു കുടുംബത്തിന്റെ വിഷമങ്ങളൊന്നും തീരൂല. നിങ്ങൾ ആലോചിക്കുക, എങ്ങനെയാണ് തീരുക? ഒരു സുഖമില്ലാത്ത ഒരാളുണ്ടായിരുന്ന പോലെ 76 രോഗികളിൽ 60-ലധികം ആളുകൾക്ക് ദിവസം മെഡിസിൻ ആവശ്യമാണ് സ്നേഹസാഗരത്തിൽ. എങ്ങനെയാണ് നമുക്ക് താങ്ങാൻ പറ്റുക? നമ്മൾ 30 ദിവസം വിശ്രമമില്ലാതെ രാത്രിയും പകലും ഓടിയാലും അത് കൂട്ടിയാൽ കൂടൂല. അപ്പൊ ഒരു ഉസ്താദിന്റെ കുടുംബത്തിൽ ഉപ്പാക്ക് സുഖമില്ലെങ്കിൽ കഴിഞ്ഞില്ലേ? നമ്മൾ സെക്രട്ടറിയും പ്രസിഡന്റായിട്ട് ചെന്ന് ഉസ്താദിന്റെ കുപ്പായ അളന്ന്, ഉസ്താദ് ളുഹറിന് 1/2 മണിക്കൂർ വൈകി, ഉസ്താദ് 5 മിനിറ്റ് താമസിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെ ഭീഷണിപ്പെടുത്താനേ നമുക്ക് അറിയുള്ളൂ. നമ്മൾ ഉസ്താദിന്റെ കുടുംബത്തെ അറിയണം. ഉസ്താദിന്റെ കുടുംബത്തിന്റെ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഉസ്താദിന്റെ മക്കളുടെ രോഗികളുണ്ടോ, പഠിക്കുന്നവരുണ്ടോ, നമ്മൾ കൊടുത്ത ശമ്പളം പോരെ? ഇടയ്ക്കൊരു സഹായം, അതൊക്കെ നല്ലതാണ്. ആലിമീങ്ങളല്ലേ ഈ മുത്തഅലിങ്ങൾ എത്ര പാവങ്ങൾ ഉണ്ടാവും.
ഞാനൊക്കെ ദർസിൽ പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ടൊരു കുപ്പായത്തിന്റെ തുണി കിട്ടിയ സന്തോഷം ഇന്ന് എത്രയോ വർഷങ്ങൾക്ക് ശേഷം എന്റെ വാഹനവും അലമാരയും നിറച്ചെനിക്കുള്ള കുപ്പായവും ജുബ്ബയും മുണ്ടുമുള്ള ഈ കാലഘട്ടത്തിലും വല്ലാഹി റബ്ബ് സത്യം അത് ഞാൻ മറന്നിട്ടില്ല. അതെനിക്ക് മറക്കാൻ പറ്റൂല. കാരണം എന്താണ്, അന്ന് ഇൽമു പഠിക്കുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട വാപ്പാക്ക് 35 രൂപയുടെ മീസാൻ പോലും വാങ്ങിത്തരാൻ കഴിയാതെ 3 മാസം ഉസ്താദ് പറഞ്ഞിട്ട് വാങ്ങിത്തരാൻ കഴിയാത്ത സാമ്പത്തിക സ്ഥിതി വളരെ മോശമായ സാഹചര്യത്തില് ഒരു നല്ല ഒരു ജുബ്ബ വാങ്ങിത്തരാൻ, ഒരു മുണ്ട് വാങ്ങിത്തരാൻ ഉമ്മാക്കും വാപ്പാക്കും കഴിയൂല. അന്ന് ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിൽ അവര് മോനെ റമദാന്റെ ലീവിന് പോകുമ്പോ ഈ തുണി തരാണ് കുപ്പായത്തിന്റെ, അത് പോയി മോനെ അളവെടുത്ത് അടിച്ചിട്ട് ദർസിൽ തിരിച്ചു വരുമ്പോ അത് ഇട്ടുകൊണ്ട് വരണമെന്ന് പറഞ്ഞത് ഇന്ന് ഈ സെക്കൻഡിൽ ആ മുഖം, ആ രൂപം, ആ തുണിയുടെ കളറ് വല്ലാഹി റബ്ബ് സത്യം ഞാൻ മറന്നിട്ടില്ല. അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നാട്ടിലെ മുത്തഅല്ലിമീങ്ങള് അവര് വെള്ളയിട്ട് തലക്കെട്ടും കെട്ടി നടക്കുമ്പോ എല്ലാരും കോടീശ്വരന്മാരല്ല, പാവപ്പെട്ടവരുണ്ടാവും, വാപ്പ ഇല്ലാത്തവരുണ്ടാവും, ഉമ്മ ഇല്ലാത്തവരുണ്ടാവും. നമ്മളതൊക്കെ തിരിച്ചറിയണം. ഞാൻ നടത്തുന്ന ഹിഫ്ളുൽ ഖുർആൻ കോളേജില് വാപ്പ ഇല്ലാത്തൊരു മോൻ പഠിക്കാൻ വന്നിട്ട് ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കാൻ, അന്ന് ബിരിയാണി ആയിരുന്നു, ഇന്ന് കോളേജിലൊക്കെ ബിരിയാണി ഉണ്ടല്ലോ. ആ ബിരിയാണി കഴിക്കുമ്പോ മോൻ കഴിക്കാതെ ഇറങ്ങി വരികയാണ്. ഉസ്താദ് എന്നെ വിളിച്ചു പറഞ്ഞു, എന്റെ ഉസ്താദാണല്ലോ നേതൃത്വം കൊടുക്കുന്നത്, ഒരു രക്ഷയില്ല. ആ മോന് കരഞ്ഞിട്ട് ഇറങ്ങി വന്നു. ഞാൻ പിന്നാലെ പോയപ്പോ ആ മോൻ പറയാണ്, എന്റെ ഉമ്മ ഇങ്ങനെയുള്ള ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഉമ്മ വീട്ടിൽ ജോലിക്ക് പോയിട്ടാ ജീവിക്കുന്നത്. ഈ ബിരിയാണി ഞാൻ കഴിക്കുമ്പോ എനിക്ക് ഉമ്മായ ഓർമ്മ വന്നിട്ട് സങ്കടം വന്ന് അവിടെ നിന്ന് കയറി വന്നതാണ്. എത്ര നല്ല മക്കളുണ്ട്. ആ മോനെ ഹാഫിളായാൽ, ആ മോനെ നമ്മൾ പഠിപ്പിച്ചാൽ അള്ളാഹു തരുന്ന കൂലി എത്രയാണ്. നമ്മൾ ഓർക്കണം ഇതെല്ലാം. നമ്മുടെ കാര്യം, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ ബിസിനസ്, നമ്മുടെ സ്വത്ത്, അവിടെ ഇത്ര ഏക്കർ, ഇവിടെ ഇത്ര ഏക്കർ, അവിടെ ബിസിനസ്, അവിടെ മാസം എത്ര, ഇവിടെ മാസം എത്ര, അതല്ല, അതൊക്കെ ഉണ്ടാവണം. അതിന്റെ കൂട്ടത്തില് നമ്മുടെ പരിസരം, നമ്മുടെ അയൽവക്കം, ഇതൊക്കെ ശഅബാനിലെ റമദാനിൽ ചിന്തിക്കണം. കുറെ അരി വാങ്ങി ചാക്കി കെട്ടി കൊടുത്താൽ പോരാ, മനസ്സറിയണം. അങ്ങനെയാണ് ഇപ്പൊ, അങ്ങനെയാണ് ലോറിയിൽ കൊണ്ടുവന്ന് ഇറക്കി റമദാൻ ആകുമ്പോ കുറെ അരി കൊടുക്കുക. ആര് വന്ന് വാങ്ങുന്നു അന്ന് നോക്കൂല, നമ്മൾ അറിഞ്ഞിട്ട് കൊടുത്തു നോക്ക്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അറശ് പൊട്ടുന്ന രീതിയിൽ സ്വതക്ക ഉണ്ടാവും. അറിഞ്ഞുകൊണ്ട് കൊടുത്തു നോക്ക്. നിങ്ങൾ ആ കുടുംബത്തെ എനിക്കറിയാം, ആ ഉമ്മാടെ ജീവിതം എനിക്കറിയാം, ആ ഉപ്പാടെ ജീവിതം എനിക്കറിയാം, ആ മക്കളുടെ രോഗം എനിക്കറിയാം. മനസ്സിലാക്കി കൊടുത്തു നോക്ക്, വലിയ ഗുണം കിട്ടും. നമ്മൾ കഴിഞ്ഞ റമദാനിൽ ഈത്തപ്പഴം കൊടുത്തു സ്നേഹസാഗരത്തിന്റെ കീഴില്. സ്നേഹസാഗരത്തിന് തന്നെ കഴിക്കാൻ ഈത്തപ്പഴം ഇല്ല, പക്ഷെ എന്നാലും പുറത്തുള്ള കുറെ പാവങ്ങൾക്ക് 100 ഉമ്മമാർക്ക് തീരുമാനമെടുത്തു, 100 ഉമ്മമാർക്ക് ഈത്തപ്പഴം കൊടുക്കാൻ. അതിൽ 2-3 ഉമ്മമാര് ഈത്തപ്പഴം വാങ്ങിയിട്ട് പറഞ്ഞെന്താണെന്നറിയോ, ഇത്രയും നല്ല കാര്യക്ക റമദാനിൽ ജനിച്ചിട്ട് കഴിച്ചിട്ടില്ല. അവർക്ക് വയറ് നിറച്ച് ഭക്ഷണമല്ല നോമ്പിന് വേണ്ടത്, അത്രയും വിലപിടിപ്പുള്ള, ഭംഗിയുള്ള, മനോഹരമായ. നമ്മളൊക്കെ ഇങ്ങനെ പള്ളികളിൽ വന്ന് കഴിക്കൂലേ, നമ്മുടെ ഉമ്മാക്ക് വളരെ വില കുറഞ്ഞ കല്ലും മണ്ണും കഴിക്കുന്ന കാര്യക്കല്ല കൊടുക്കേണ്ടത്, നല്ലത് തന്നെ കഴിക്കട്ടെ, നല്ലത് കൊണ്ട് കൊടുക്കുക. ആ ഉമ്മ പറയാണ്, എനിക്ക് മക്കളുണ്ട്, ഭർത്താവുണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഉസ്താദേ വളരെ രുചികരമായി ബാങ്ക് ഇങ്ങനെ വിളിക്കുമ്പോ ഒരു അത്രയും മധുരമുള്ള നല്ല വിലയുള്ള ഒരു കാര്യക്ക കഴിച്ചിട്ടില്ല. നമ്മൾ ചെയ്തു കൊടുക്കണം. നമ്മളെ പണം നമ്മൾ മരിച്ചാലും നമുക്ക് 3 കഷ്ണം തുണിയെ കിട്ടുള്ളൂ. ഇബ്രാഹിം ഹാജി മരിച്ചാലും, മുഖ്താർ ഭായി മരിച്ചാലും, ബാബാ ഹാജി മരിച്ചാലും, ഞാൻ മരിച്ചാലും, സൈഫുള്ള തങ്ങൾ മരിച്ചാലും, അത്താവുള്ള തങ്ങൾ മരിച്ചാലും, നദവി മരിച്ചാലും, അഫ്സലു മരിച്ചാലും, നിങ്ങൾ ആര് മരണപ്പെട്ടാലും, എന്റെ പ്രിയപ്പെട്ടവരെ ജിബ്രിൽ മരണപ്പെട്ടാലും, വഫാത്തായാലും, ജമൽ തങ്ങൾ വഫാത്തായാലും, അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. ദുബായ് രാജാവ് വഫാത്തായാലും, സൗദി രാജാവ് വഫാത്തായാലും 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് കൊണ്ടുവെക്കും. അത്ര തന്നെ ഉള്ളൂ. അല്ലാഹുവേ, ഈമാനോടെ പൊരുത്തത്തോടു കൂടി മരിക്കുന്ന, നിന്റെയും സൃഷ്ടാവിനോടും സൃഷ്ടികളോടുമുള്ള എല്ലാ ബാധ്യതകളും നിർവഹിച്ചു മരിക്കുന്ന ഒരു മരണം ഞങ്ങൾക്ക് തരണേ റബ്ബേ.